So welcome everyone. So നമുക്ക് നമ്മുടെ 29th Jan 29th second shift question paper discussion നമുക്ക് start ചെയ്യാം. അപ്പോൾ question number 1 the difference of temperature in a material can be converted to heat and the difference of temperature in a material can convert heat energy into electrical energy. To harvest the heat energy the material should have. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ തെർമോകപ്പിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് പണ്ട് നമ്മുടെ സിലബസിൽ ഇത് ഉണ്ടായിരുന്നു. ഈ തെർമോകപ്പിൾ എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. അതായത് രണ്ട് മെറ്റീരിയൽസ് രണ്ട് മെറ്റൽസ്, ഒന്നൊരു മെറ്റൽ എ, ഇത് നമുക്ക് മെറ്റൽ എ എന്ന് വിളിക്കാം, വേറെ ഒരെണ്ണം മെറ്റൽ ബി. അപ്പോൾ നോക്കി ഈ രണ്ട് മെറ്റൽ ഇങ്ങനെ ഫോം ചെയ്യും. ഇപ്പോൾ ഇവിടെ രണ്ട് ജംഗ്ഷൻ ഉണ്ട്. ഇതൊരു ജംഗ്ഷൻ 1, ഇതൊരു ജംഗ്ഷൻ, ഇത് വേറൊരു ജംഗ്ഷൻ. ഇപ്പോൾ ഇവിടെ ഒരു ഇതൊരു ഹോട്ട് ബാത്തിൽ വെച്ചിരിക്കുകയാണ്. അവിടുത്തെ ടെമ്പറേച്ചർ T1, ഇതൊരു കോൾഡ് ബാത്തിൽ വെച്ചേക്കെന്ന് വിചാരിക്കുക. ഇവിടുത്തെ ടെമ്പറേച്ചർ T2, ഇവിടെ T1 ഗ്രേറ്റർ ദാൻ T2 ആണ്. അപ്പോൾ ഈ രണ്ട് ജംഗ്ഷൻ നമ്മൾ രണ്ട് ടെമ്പറേച്ചറാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ഈ തെർമോകപ്പിൾ അതാണ് ഈ തെർമൽ എനർജീനെ ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ഇവിടെ ഒരു വോൾട്ടേജ് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിവിടെ ഒരു കറണ്ട് ഫ്ലോ ഇങ്ങനെ ഉണ്ടാവും. ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഇത് ഇങ്ങനെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. മോളിക്കിടില്ല, ഒരു കറണ്ട് ഫ്ലോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. അതായത് ഈ രണ്ട് ജംഗ്ഷനിടയ്ക്ക് ഒരു വോൾട്ടേജ് ഡിഫറൻസ് കാണും. ഈ രണ്ട് ജംഗ്ഷനിടയ്ക്ക് നമുക്കൊരു വോൾട്ടേജ് ഡിഫറൻസ് കാണും. ഈ വോൾട്ടേജ് ഡിഫറൻസ് കാരണം കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ഈ വോൾട്ടേജ് ഡിഫറൻസ് കാരണം എന്താ, ഈ രണ്ട് ജംഗ്ഷൻ ഇതൊരു ജംഗ്ഷൻ, വേറൊരു ജംഗ്ഷൻ, ഈ രണ്ട് ജംഗ്ഷൻ ഇടയ്ക്കുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണമാണ് ഈ കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ഈ ΔT കാരണമാണ് നമുക്കൊരു വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ΔT ആ രണ്ട് ടെമ്പറേച്ചർ ഡിഫറൻ്റ് ആയിട്ട് തന്നെ ഇരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ വോൾട്ടേജ് കിട്ടുള്ളൂ. അപ്പോൾ ഈ രണ്ട് ടെമ്പറേച്ചർ ഡിഫറൻ്റ് ആയിട്ട് തന്നെ ഇരിക്കണമെങ്കിൽ എന്ന് വെച്ചാൽ ഈ രണ്ട് മെറ്റീരിയലല്ലേ ഇതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി, അതായത് ലോ തെർമൽ കണ്ടക്ടിവിറ്റി ആയിരിക്കണം. കാരണം തെർമൽ കണ്ടക്ടിവിറ്റി K ഷുഡ് ബി ലോ. ഇതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി കുറവായിരിക്കണം. കാരണം തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതലായെന്ന് വെച്ചാൽ പെട്ടെന്ന് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. ഒന്നുകൂടെ പറയാം, തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതലാണെങ്കിൽ പെട്ടെന്ന് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. അപ്പോൾ രണ്ട് ജംഗ്ഷൻ്റെ ടെമ്പറേച്ചർ ഈക്വൽ ആവാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഈ തെർമൽ കണ്ടക്ടിവിറ്റി കുറഞ്ഞിരുന്ന ഈ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കുറവായിരിക്കും. അപ്പോൾ രണ്ട് ജംഗ്ഷൻ ടെമ്പറേച്ചർ നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് തന്നെ നിർത്താൻ പറ്റും. അപ്പോൾ രണ്ട് ജംഗ്ഷൻ ടെമ്പറേച്ചർ ഡിഫറൻ്റ് ആയിട്ട് തന്നെ നിർത്തണമെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി കുറവായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടീഷൻ തെർമൽ കണ്ടക്ടിവിറ്റി കുറവായിരിക്കണം. ഇനി അടുത്ത് നോക്കി ഈ വോൾട്ടേജ് ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ നമുക്ക് കൂടുതൽ ഇലക്ട്രിക്കൽ പവർ വേണം. ഇപ്പോൾ ഇലക്ട്രിക്കൽ പവർ എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാം ഇലക്ട്രിക്കൽ പവർ നമുക്ക് V²/R എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. കാരണം ഈ വോൾട്ടേജ് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും. രണ്ട് ടെമ്പറേച്ചർ ഇരിക്കുമ്പോൾ ഒരു വോൾട്ടേജ് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ വോൾട്ടേജ് ഡിഫറൻസ് V²/R എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഈ ആറിൻ്റെ വാല്യൂ കുറവാണെങ്കിൽ ഇലക്ട്രിക്കൽ പവർ കൂടുതലായിരിക്കും. അപ്പോൾ ആറിൻ്റെ വാല്യൂ കുറവെന്ന് വെച്ചാൽ ഇതിൻ്റെ കണ്ടക്ടിവിറ്റി റെസിസ്റ്റൻസ് കുറവായിരിക്കണം, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കണം. ഇതിൻ്റെ റെസിസ്റ്റൻസ് കുറവായിരിക്കണം, കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കണം. അതായത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കണം. അതിൻ്റെ റെസിസ്റ്റൻസ് കുറവായിരിക്കണം, അപ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കണം. അപ്പോൾ എന്നാൽ മാത്രമാണ് കൂടുതൽ ഇലക്ട്രിക് പവർ നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ വേറെ രീതിയിൽ ചിന്തിക്കുക, ഈ റെസിസ്റ്റൻസ് കൂടുതലായി എന്ത് പറ്റും, വോൾട്ടേജ് ഡിഫറൻസ് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ്. സപ്പോസ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കുറവാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പോൾ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് കൂടുതലാകുമ്പോൾ കറണ്ട് ഭയങ്കര കുറവായിരിക്കും. ഒന്നാമത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മില്ലി വോൾട്ടൊക്കെ അധികം വോൾട്ടേജ് ഒന്നും കിട്ടത്തില്ല. രണ്ട് ജംഗ്ഷൻ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ ഓൾറെഡി റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന കറണ്ട് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അതായത് റെസിസ്റ്റൻസ് കുറവായിരിക്കണം. റെസിസ്റ്റൻസ് കുറവെന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അതായത് റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ. അപ്പോൾ കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കണം. അതാണ് ഒരു കണ്ടീഷൻ. മറ്റേ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ തന്നെ നിർത്തണമെങ്കിൽ ഇവർക്കിടയിലുള്ള തെർമൽ കണ്ടക്ടിവിറ്റി കുറവായിരിക്കണം. എന്നാൽ മാത്രമാണ് ഇതിക്ക് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കുറവായിരിക്കും. അപ്പോൾ രണ്ട് ജംഗ്ഷൻ നമുക്ക് ഒരേ ടെമ്പറേച്ചർ തന്നെ ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ലോ തെർമൽ കണ്ടക്ടിവിറ്റി, ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആയിരിക്കണം. അതായത് ഈ ഹീറ്റ് എനർജീനെ തെർമൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റണമെങ്കിൽ നമുക്ക് വേണ്ട കണ്ടീഷൻ ലോ തെർമൽ കണ്ടക്ടിവിറ്റി ആൻഡ് ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 വരും. ഓക്കെ.
ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം. ഓക്കെ, ഇതൊരു അസേഷൻ റീസൺ ക്വസ്റ്റൻ ആണ്. ഓക്കെ, അസേഷൻ റീസൺ. അപ്പോൾ അസേഷൻ വിത്ത് ഇൻക്രീസ് ഇൻ ദ പ്രഷർ ഓഫ് അൻ ഐഡിയൽ ഗ്യാസ് ദ വോളിയം ഫോൾസ് ഓഫ് മോർ റാപ്പിഡ്ലി ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ് ഇൻ കമ്പാരിസൺ ടു ദ അഡിയാബാറ്റിക് പ്രോസസ്. അപ്പോൾ അതാണ് അസേഷൻ പറഞ്ഞിരിക്കുന്നത്. ഇനി റീസൺ നോക്കാം. ഇൻ ഐസോതെർമൽ പ്രോസസ് പി വി ഇസ് എ കോൺസ്റ്റന്റ് വൈൽ ഇൻ അഡിയാബാറ്റിക് പ്രോസസ് പി വി ടു ദ പവർ ഗാമ കോൺസ്റ്റന്റ്. ഹിയർ ഗാമ ഇസ് റേഷ്യോ സ്പെസിഫിക് ഹീറ്റ്, പി ഇസ് ദ പ്രഷർ ആൻഡ് വി ഇസ് ദ വോളിയം ഓഫ് ഗ്യാസ്. അപ്പോൾ ഇതിൻ്റെ അത് ശരിക്കും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു. ഈ ക്വസ്റ്റിനകത്ത് ഒരു ഡിസ്പ്യൂട്ട് വന്നു. കാരണം എനിക്ക് ആദ്യം തന്ന കീ ഈ എ അസേഷൻ ഫാൾസും റീസൺ ട്രൂ ആയിട്ടായിരുന്നു അവർ തന്നിരുന്നത്. പിന്നെ അത് ചലഞ്ച് ചെയ്തു. എനിക്കാണ് ഫൈനൽ ആൻസർ തന്നിരിക്കുന്നത്. ഓക്കെ, 3, അതായത് ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അപ്പോൾ അസേഷൻ റീസൺ ട്രൂ ആണ്, രണ്ടും ട്രൂ ആണ്, ആൻഡ് ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ. അപ്പോൾ അതാണ് പൊതുവേ ഓക്കെ നമ്മൾ ചലഞ്ച് ചെയ്യുന്നതിന് ശേഷം കിട്ടിയ ആൻസർ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആൻസർ ഇതായിരുന്നു, ഓപ്ഷൻ 4 ആയിരുന്നു. പിന്നെ ഓപ്ഷൻ 3 ആയിട്ട് മാറി. അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും എന്തുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഈ ഗാമ കൂടുതലല്ല, അതായത് ഇതിൻ്റെ സ്ലോപ്പ് കൂടുതലല്ലേ, സ്ലോപ്പ് അതായത് അഡിയാബാറ്റിക് പ്രോസസ് ആകുമ്പോൾ അതിൻ്റെ സ്ലോപ്പ് കൂടുതലാണ്. അപ്പോൾ അസേഷൻ റോങ് ആണെന്ന് നിങ്ങൾ വിചാരിക്കും. വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ ദ ഐഡിയൽ ഗ്യാസ് ദ വോളിയം ഫോൾസ് മോർ റാപ്പിഡ്ലി ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ് ഇൻ കമ്പാരിസൺ ടു അഡിയാബാറ്റിക് പ്രോസസ്. അപ്പോൾ നമ്മൾ വിചാരിക്കുക സ്ലോപ്പ് കൂടുതൽ അഡിയാബാറ്റിക് പ്രോസസ്സാണ്, അപ്പോൾ വോളിയം പെട്ടെന്ന് കുറയുന്ന അഡിയാബാറ്റിക്കിലല്ലേ എന്ന്. അത് ആ സ്ലോപ്പ് വെച്ചിട്ടല്ല എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതെങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മളൊരു ഇൻഡിക്കേറ്റർ ഡയഗ്രാം പി വി ഗ്രാഫ് എടുക്കുക. അപ്പോൾ ഇവിടെ നോക്കിയത് ഒരു കംപ്രഷനാണ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ ഓഫ് അൻ ഐഡിയൽ ഗ്യാസ്. അപ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ കംപ്രഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ വോളിയം അലോങ് എക്സ് ആക്സിസ്, പ്രഷർ അലോങ് വൈ ആക്സിസ് വരും. ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതിനെ കംപ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം ഈ സ്ലോപ്പ് കൂടുതൽ അഡിയാബാറ്റിക് പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് 2 പ്രോസസ്സ് നോട്ട് ചെയ്യാം. ഇപ്പോൾ ഇതൊരു ഐസോതെർമൽ പ്രോസസ്സ്, മറ്റേതൊരു അഡിയാബാറ്റിക് പ്രോസസ്സ്. കുറച്ചുകൂടെ സ്ലോപ്പ് കുറച്ച് വരയ്ക്കാം. ഓക്കെ, മറ്റേ പ്രോസസ്സ് ഒരു അഡിയാബാറ്റിക് പ്രോസസ്സ്. ഇപ്പോൾ ഇത് അഡിയാബാറ്റിക്, മറ്റേ ഇത് ഐസോതെർമൽ. ഇത് നമ്മുടെ ടി കോൺസ്റ്റന്റ്. ഇവിടുത്തെ വോളിയം വി നോട്ട്. ഓക്കെ, ഞാനത് വി ഇനീഷ്യൽ അല്ലെങ്കിൽ വി നോട്ട് എടുക്കാം. അപ്പോൾ ഇവിടുത്തെ പ്രഷർ പി നോട്ട്. ഓക്കെ, ഇവിടുത്തെ പ്രഷർ നമുക്ക് പി നോട്ട് എടുക്കാം. ഈ പി നോട്ടും ഓക്കെ, പി നോട്ട് വി നോട്ട് വരെ നമ്മുടെ ഇനീഷ്യൽ പ്രഷർ ആൻഡ് ഇനീഷ്യൽ വോളിയം. അത് നമ്മളൊരു സർട്ടൺ പ്രഷറിലോട്ട് ഇതിനെ കംപ്രസ് ചെയ്തു. അപ്പോൾ ഫൈനൽ പ്രഷർ നമുക്ക് ഇങ്ങനെ നോട്ട് ചെയ്യാം. ഫൈനൽ ഇതാണ് P2, ഇതാണ് ഫൈനൽ പ്രഷർ, അതായത് പി എഫ് ആണ് ഫൈനൽ പ്രഷർ. അപ്പോൾ നോക്കുക നമ്മുടെ ഫൈനൽ വോളിയം ഇൻ ഐസോതെർമൽ, ഫൈനൽ വോളിയം ഇൻ അഡിയാബാറ്റിക് പ്രോസസ്സ് ആകുമ്പോൾ ഇങ്ങനെ വരും. ഫൈനൽ വോളിയം ഇൻ അഡിയാബാറ്റിക് പ്രോസസ്സ് ആകുമ്പോൾ അത് ഇവിടെ കിട്ടി. അപ്പോൾ ഇവിടെ നോക്കാം, ഇതിന് ഞാൻ വി അഡിയാബാറ്റിക് ഫൈനൽ വോളിയം, VAF എന്ന് പറയുമ്പോൾ ഫൈനൽ വോളിയം ഇൻ അഡിയാബാറ്റിക് പ്രോസസ്സ്. ഇപ്പോൾ VAF എന്ന് വരും. ഇനി ഐസോതെർമൽ പ്രോസസ്സ് ആകുമ്പോൾ ഇതിങ്ങനെ വരും. ഐസോതെർമൽ പ്രോസസ്സ് ആകുമ്പോൾ ഫൈനൽ വോളിയം ഞാൻ VTF എന്ന് വരും. അല്ലെങ്കിൽ ഇതിനെ ഞാൻ ജസ്റ്റ് അതിന് ഞാൻ ഇതിനെ ഞാൻ ജസ്റ്റ് അല്ലെങ്കിൽ ഇതിനെ V1 എന്ന് വിളിക്കാം, ഇത് V2 എന്ന് വിളിക്കാം. ഇനിഷ്യൽ വോളിയം V നോട്ടായിരുന്നു, നമ്മൾ ഇനിഷ്യൽ പ്രഷർ P നോട്ടായിരുന്നു, നമ്മൾ പ്രഷർ ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ PF കംപ്രസ് ചെയ്യണം. അപ്പോൾ PF ഗ്രേറ്റർ ദാൻ P നോട്ടാണ്. ഓക്കെ, P ഫൈനൽ പ്രഷർ ഗ്രേറ്റർ ദാൻ P നോട്ട്. ഇവിടെ നോക്കുക ഫൈനൽ വോളിയം അഡിയാബാറ്റിക് പ്രോസസ്സിൽ നമുക്ക് കിട്ടിയ ഫൈനൽ വോളിയം എന്ന് പറയുന്നത് VAF അഡിയാബാറ്റിക് ഫൈനൽ വോളിയം. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് V1 കിട്ടി, അത് V1. അതിന് ഐസോതെർമൽ പ്രോസസ്സിലെ ഫൈനൽ വോളിയം V2 ആയിരുന്നു. ഇത് ഐസോതെർമൽ പ്രോസസ്സിലെ ഫൈനൽ വോളിയം, ഇത് അഡിയാബാറ്റിക് പ്രോസസ്സിലെ ഫൈനൽ വോളിയം ആണ്. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഈ VAF ആണ് VTF ആണ് കൂടുതൽ, VAFൻ്റെ വാല്യൂ അല്ലേ കൂടുതൽ, അതായത് VAFൻ്റെ വാല്യൂ ആണ് കൂടുതൽ, അതായത് VAF. സോ VAF ഗ്രേറ്റർ ദാൻ VTF, അല്ലെങ്കിൽ V1ൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ V2 ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ വോളിയം ഓക്കെ, ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ വോളിയം ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വോളിയം അഡിയാബാറ്റിക്കിൽ ഇങ്ങനെ വരും, അഡിയാബാറ്റിക്. ഇവിടെ കംപ്രസ് ചെയ്യില്ല ഫൈനൽ വോളിയം. ഓക്കെ, V നോട്ട്. സോ V നോട്ട് മൈനസ് V1 എന്ന് വരും. ഫൈനൽ വോളിയം ഇൻ അഡിയാബാറ്റിക് V നോട്ട് മൈനസ് V1. അല്ല, ചേഞ്ച് ഇൻ വോളിയം ഇൻ ഐസോതെർമൽ, അതായത് V നോട്ട് മൈനസ് V2 അല്ലെങ്കിൽ VTF എന്ന് വരും. അപ്പോൾ നോക്കുക V1 മൈനസ് V1, അതായത് V1 ആണ് കൂടുതൽ, V1ൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ V2 ആയിരിക്കും. അപ്പോൾ നോക്കുക V നോട്ട് മൈനസ്
സോ V0 മൈനസ് V2 ഗ്രേറ്റർ ദാൻ V0 മൈനസ് V1 ആയിരിക്കും. ഇപ്പോൾ ചേഞ്ച് ഇൻ വോളിയം ഇൻ അഡിയബാറ്റിക് പ്രോസസ് ഒക്കെ ചേഞ്ച് ഇൻ വോളിയം ഇൻ അഡിയബാറ്റിക് പ്രോസസ്സിനേക്കാളും കൂടുതലായിരിക്കും ഐസോതെർമൽ. ഇവിടെ നോക്കി, ഇതാണ് ഡെൽറ്റ വി, ഇതാണ് ഡെൽറ്റ വി ഇൻ, ഇതാണ് ഡെൽറ്റ വി ഇൻ അഡിയബാറ്റിക്. ഇനി ഐസോതെർമലിലെ ചേഞ്ച് ഇൻ വോളിയം ഇതാണ്, ഇതാണ് ഡെൽറ്റ വി ഇൻ ഐസോതെർമൽ. ഇത് വി ടി, ഇത് ഞാൻ വി എ എന്ന് എഴുതാം. ഇപ്പോൾ ഡെൽറ്റ വി എ ഒക്കെ ഡെൽറ്റ വി ഇൻ ഐസോതെർമൽ പ്രോസസ് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ വി ഇൻ അഡിയബാറ്റിക് ആണ്. അപ്പോൾ പെട്ടെന്ന് ഏറ്റവും കൂടുതൽ വോളിയം ചേഞ്ച് ഉണ്ടാവണം നോക്കി, ഏറ്റവും കൂടുതൽ വോളിയം ചേഞ്ച് ഉണ്ടാകുന്ന ഐസോതെർമൽ പ്രോസസ്സിൽ, അഡിയബാറ്റിക്കിലല്ല. അതായത് സെയിം പ്രഷറിലോട്ട് നമ്മൾ പി നോട്ട് എന്ന് പറഞ്ഞ പ്രഷറിൽ നിന്ന് പി എഫ് എന്ന് പറഞ്ഞ പ്രഷറിലോട്ട് നമ്മൾ കംപ്രസ് ചെയ്തു. അതായത് ഇനീഷ്യൽ പ്രഷർ പി നോട്ട്, ഫൈനൽ പ്രഷർ പി എഫ്, അതിലോട്ട് കംപ്രസ് ചെയ്തപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വോളിയം ചേഞ്ച് ഉണ്ടായത് എവിടെയാണ്? വോളിയം ചേഞ്ച് ഉണ്ടായത് ഐസോതെർമൽ പ്രോസസ്സിലാണ്. അപ്പോൾ വോളിയം ഫോൾസ് ഓഫ് റാപ്പിഡ്ലി, ഓക്കെ, വോളിയം ഫോൾസ് മൂവ് റാപ്പിഡ്ലി ഇൻ ഐസോതെർമൽ പ്രോസസ്. അപ്പോൾ അതൊരു കറക്റ്റാണ്, അത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. അത് അസേഷൻ കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് NTA കീ കറക്റ്റ് ചെയ്തത്. അസേഷൻ കറക്റ്റാണ്. ഇനി എൻ്റെ റീസൺ നോക്കുക. റീസൺ പറഞ്ഞിരിക്കുന്നത് ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുമ്പോൾ പി വി സി കോൺസ്റ്റന്റ്, അത് കറക്റ്റാണ്. ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുമ്പോൾ പി വി സി കോൺസ്റ്റന്റ്. അഡിയബാറ്റിക്കിൻ്റെ കേസിൽ ഇത് ടി, ഓക്കെ, ഇത് ഐസോതെർമൽ. മറ്റേ കേസിൽ പി വി ടു ദ പവർ ഗാമ കോൺസ്റ്റന്റ് ആണ്, അത് അഡിയബാറ്റിക്കിൻ്റെ കേസിൽ. അപ്പോൾ ശരിക്കും പറയാം സ്ലോപ്പ് ഈ ഗ്രാഫിക്കിനെ വന്നുകൊണ്ടാണ് നമുക്ക് ഇത് പറയാൻ പറ്റുന്നത്. ഡെൽറ്റ മീൻ ഐസോതെർമലാണ് കൂടെ, ഈ ഗ്രാഫിങ്ങിനെ വന്നുകൊണ്ടാണ്. ഈ ഗ്രാഫിങ്ങിനെ വരാൻ കാരണം ഈ ഇക്വേഷൻ കാരണമാണ്. ഐസോതെർമലിൻ്റെ ഇക്വേഷൻ പി വി ഇസ് എ കോൺസ്റ്റന്റ്, അഡിയബാറ്റിൻ്റെ കേസിൽ പി വി ടു ദ പവർ ഗാമ കോൺസ്റ്റന്റ്. അപ്പോൾ ആ രണ്ട് ഗ്രാഫ് അങ്ങനെ വന്നുകൊണ്ടാണ് മറ്റേ അഡിയബാറ്റിൻ്റെ കുറച്ച് കൂടുതൽ സ്ലോപ്പ് വന്നു. അപ്പോൾ ആ ഗ്രാഫ് കാരണമാണ് നമുക്ക് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. ആ ഗ്രാഫ് കാരണമാണ് അത് ഈ ഐസോതെർമലിലായിരിക്കും എക്സ്പാൻഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം കൂടുതൽ, അല്ലെങ്കിൽ വോളിയം ഏറ്റവും പെട്ടെന്ന് കുറയുന്നത്. ഐസോതെർമലിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഈ ഗ്രാഫ് കാരണമാണ്. അപ്പോൾ ആ ഗ്രാഫ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ കാരണമാണ്. അപ്പോൾ അത് റീസണും കറക്റ്റാണ്. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് പി വി ഇസ് എ കോൺസ്റ്റന്റ് വരും. പിന്നെ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പി ഡെൽറ്റ വി പ്ലസ് വി ഡെൽറ്റ പി ഈസ് എ കോൺസ്റ്റന്റ് എന്ന് വരും. അപ്പോൾ നമ്മൾ ഡെൽറ്റ പി, നമ്മൾ പി ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് വി ഡെൽറ്റ പി എന്ന് വരും. ഇപ്പോൾ ഡെൽറ്റ പി ബൈ ഡെൽറ്റ വി എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വി ബൈ പി വരും. നമുക്ക് ചേഞ്ച് ഇൻ വോളിയം മോർ അല്ല, ഓക്കെ, നമുക്ക് ഡെൽറ്റ വി ബൈ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് വി ബൈ പി വരും. ഇപ്പോൾ ഡെൽറ്റ വി ബൈ ഡെൽറ്റ പി നമ്മൾ ഒരു ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും? ഐസോതെർമൽ, ഇനി നമുക്ക് പി വി ടു ദ പവർ ഗാമ കോൺസ്റ്റന്റ്, അതിനെ നമുക്ക് ഇതുപോലെ നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് നോക്കാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ പി വി ടു ദ പവർ ഗാമ മൈനസ് 1, പി ഗാമ ഇങ്ങോട്ട് വരും, പി ഗാമ ഇൻറ്റു വി ടു ദ പവർ ഗാമ മൈനസ് 1 ഡെൽറ്റ വി പ്ലസ് വി ടു ദ പവർ ഗാമ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇവിടെ നോക്കുക, ഇവിടെ വി ടു ദ പവർ ഗാമ കോമൺ. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ പി ബൈ വി ഗാമ ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഡെൽറ്റ പി എന്ന് വരും. അപ്പോൾ നമുക്ക് ഡെൽറ്റ വി ബൈ ഡെൽറ്റ പി, ഡെൽറ്റ വി ബൈ ഡെൽറ്റ പി എടുക്കുമ്പോൾ നെഗറ്റീവ് വി ബൈ പി ബൈ ഗാമ വരും, അല്ലെങ്കിൽ 1 ബൈ ഗാമ ഇൻറ്റു വി ബൈ പി എന്ന് വരും. അതായത് ഡെൽറ്റ വി ബൈ ഡെൽറ്റ പി, ഡെൽറ്റ വി ബൈ ഡെൽറ്റ പി ഈസ് ഈക്വൽ നെഗറ്റീവ് 1 ബൈ ഗാമ വി ബൈ പി എന്ന് വരും. മറ്റേ ഐസോതെർമലാകുമ്പോൾ ജസ്റ്റ് വി ബൈ പി ആയിരുന്നു, ഇവിടെ 1 ബൈ ഗാമ ഉണ്ട്. അപ്പോൾ ഈ ഗാമയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1, അപ്പോൾ അഡിയബാറ്റിക്കിനേക്കാളും, ഓക്കെ. മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ ഡെൽറ്റ വി ബൈ ഡെൽറ്റ പി ഇൻ ഐസോതെർമൽ ഗ്രേറ്റർ ദാൻ ഡെൽറ്റ വി ബൈ ഡെൽറ്റ പി ഇൻ അഡിയബാറ്റിക് എന്ന് വരും. കാരണം നോക്കിയാൽ ഐസോതെർമൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് വി ബൈ പി വരും. ഈ കേസിലാകുമ്പോൾ 1 ബൈ ഗാമ ഇൻറ്റു നെഗറ്റീവ് വി ബൈ പി എന്ന് വരും. അപ്പോൾ നോക്കിയാൽ മതി വി ബൈ പി, വി ബൈ പി ഈസ് എനിവേ ഗ്രേറ്റർ ദാൻ 1 ബൈ ഗാമേനേക്കാളും കൂടുതലായിരിക്കും വി ബൈ പി. കാരണം ഗാമയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ഈ വാല്യൂ ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഡെൽറ്റ വി ബൈ ഡെൽറ്റ പി കൂടുതൽ ഐസോതെർമൽ പ്രോസസ്സിലായിരിക്കും. അപ്പോൾ NT ഓൾറെഡി കീ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. ഓർത്തിരിക്കുക. അപ്പോൾ അസേഷൻ റീസണും കറക്റ്റാണ്,
and reason is a correct explanation. So both A and are true and reason is a correct explanation ആണ്. അപ്പോൾ question number 2, okay, അതിൻ്റെ ആൻസർ 3. Okay, next question number. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഇലക്ട്രിക്കൽ ഡൈപോൾ ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് 2 cm ഫ്രം എ ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ്. അപ്പോൾ ഇതൊരു തിൻ പ്ലെയിൻ ഷീറ്റ് ആണ്, ഒരു തിൻ പ്ലെയിൻ ഷീറ്റ്. അതിന് 2 cm മാറിയിട്ട് ഒരു ഇലക്ട്രിക് ഡൈപോൾ വെച്ചിരിക്കുക. അപ്പോൾ നെഗറ്റീവ് ക്യൂ പ്ലസ് ക്യൂ. ഇവിടെ നോക്കുക, ഇതിൻ്റെ പിയുടെ ഡയറക്ഷൻ, ഇതിൻ്റെ ഈ പിയുടെ ഡയറക്ഷൻ ടുവേഴ്സ് റൈറ്റ് ആയിരിക്കും. ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇത് പോസിറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡും ഈയും അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ഇതെടുക്കുമ്പോൾ ഈ ഒരു ഡൈപോൾ എടുക്കുമ്പോൾ ഇവിടെ നെഗറ്റീവ് ക്യൂ, ഇവിടെ പോസിറ്റീവ് ക്യൂ. അപ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ക്യൂ ഇ, എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇ ടുവേഴ്സ് റൈറ്റ് ഡയറക്ഷൻ. ഇവിടെ ക്യൂ ഇ ടുവേഴ്സ് ലെഫ്റ്റ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ എഫ് നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0 ആണ്. നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. പിന്നെ നെറ്റ് ടോർക്ക്, ഒക്കെ നെറ്റ് ടോർക്ക് എന്ന് പറയുമ്പോൾ പി ക്രോസ് ഇ ആണ്. പി ക്രോസ് ഇ അത് പി ഇ സൈൻ തീറ്റ വരും. ഇവിടെ നോക്കുക, പിയും ഒരേ ഡയറക്ഷൻ, പിയുടെ ഡയറക്ഷൻ ഇയുടെ ഡയറക്ഷൻ ഒരേ ഡയറക്ഷനിൽ തന്നെ. ഇപ്പോൾ തീറ്റയുടെ വാല്യൂ 0 ഡിഗ്രി വരും. അപ്പോൾ പി സൈൻ 0 വരും. അപ്പോൾ ടോർക്ക് 0 ആണ്, നെറ്റ് ഫോഴ്സ് 0 ആണ്, ടോർക്ക് 0 ആണ്. സോ ടോർക്ക് ഓൺ ദ ഡൈപോൾ ഈസ് 0. അപ്പോൾ ഇത് റോങ്. ടോർക്ക് 0, ഫോഴ്സ് ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ 1 റോങ് ആണ്. ടോർക്ക് ഓൺ ദ ഡൈപോൾ ഈസ് 0 ആൻഡ് നെറ്റ് ഫോഴ്സ് ആക്ട് ടുവേഴ്സ് ഷീറ്റ്. നെറ്റ് ഫോഴ്സ് ഇല്ല, കാരണം ഇത് ഷീറ്റാണ്, ഇത് ലൈൻ ചാർജ് അല്ല, ഇത് ഷീറ്റാണ്. അപ്പോൾ ഓപ്ഷൻ 1 and 2 0 ആണ്. തേർഡ് ഓപ്ഷൻ പൊട്ടൻഷ്യൽ എനർജിയാണ് ചോദിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നെഗറ്റീവ് പി കോസ് തീറ്റ ആണ്. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് പി ഇ കോസ് തീറ്റ. അപ്പോൾ ഈ കേസിൽ നെഗറ്റീവ് പി ഇ കോസ് 0 വരും. അപ്പോൾ നെഗറ്റീവ് പി വരും. അപ്പോൾ മാക്സിമം പൊട്ടൻഷ്യൽ എനർജി മിനിമം ആണ്. അപ്പോൾ ഈ കേസിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ പി മിനിമം ആണ്. കാരണം ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റും മറ്റേ ഫീൽഡും ഒരേ ഡയറക്ഷനിൽ തന്നെ, അവർക്കിടയിലുള്ള ആംഗിൾ 0 ഡിഗ്രി. ആ കേസിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയിരിക്കും. ആൻഡ് ടോർക്ക് 0. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. ഓക്കെ, ഇൻ ആൻ എക്സ്പെരിമെൻറ്റ് വിത്ത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനകത്ത് ഒരു എമിറ്ററിലോട്ട്, ഒരു ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയലോട്ട് EM വേവ് വരുന്നു. അപ്പോൾ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ ആ കളക്ടർ പ്ലേയിലോട്ട് ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കും. അതൊരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു റിപ്പൽഷൻ നടക്കും. കാരണം ഇവിടെ നെഗറ്റീവ് ചാർജാണ്, ഇതിനെ റിപ്പൽ ചെയ്യും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ അത് എന്ത് ചെയ്യുന്നു വെച്ചാൽ, ആ ഇലക്ട്രോൺ ഇവിടെ എത്തരുത്, ഇലക്ട്രോൺ ഈ പ്ലെയിനിൽ എത്തരുത്. അതായത് അതിൻ്റെ കൈനറ്റിക് എനർജിക്ക് ഈക്വലായിട്ട് ആ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ കാരണം ഈ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ QV ഷുഡ് ബി ഈക്വൽ ടു അതിൻ്റെ കൈനറ്റിക് എനർജി ആയിരിക്കണം. അപ്പോൾ ഇലക്ട്രോണിൻ്റെ QV ഷുഡ് ബി ഈക്വൽ ടു കൈനറ്റിക് എനർജി ആയിരിക്കണം. കാരണം ഈ വരുന്ന ഇലക്ട്രോൺ ഒരു കൈനറ്റിക് എനർജി ഉണ്ട്. അത് ഇവിടെ എത്തരുത്. അപ്പോൾ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ കൊടുക്കണം. അതായത് ഇവിടെ നെഗറ്റീവ് ചാർജ് കൊടുക്കണം. അപ്പോൾ ഈ ഇത്രയും കൈനറ്റിക് എനർജി ഉണ്ടെങ്കിൽ അതിന് ഇവിടെ എത്താൻ പറ്റുന്നില്ല, കാരണം ഇവിടെ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ Q ഇൻറ്റു V ഷുഡ് ബി ഈക്വൽ ടു കൈനറ്റിക് എനർജി. അപ്പോൾ ഇവിടുത്തെ Q എന്ന് പറയാം ഇലക്ട്രോൺ അല്ല, അതിൻ്റെ ചാർജ് E ഇൻറ്റു V ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി എന്ന് വരും. അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ബൈ E എന്ന് വരും. സോ 1/E ടൈംസ് കൈനറ്റിക് എനർജി എന്ന് വരും. 1/E times the maximum kinetic energy. Okay. For stopping potential, that is equal to 1/E times the maximum kinetic energy of the emitted photoelectrons. Up answer option 3. Now question number 4. Okay, question number 4 and answer option 3. Next question number 5. Okay, next question. Okay, a point charge causes an electric flux of the flux in the value. Flux is equal to -2 into 10 to the power negative. So negative for 2 times -2 times 10 to the power 4. അപ്പോൾ ഇതൊരു ഇൻകമിംഗ് ഫ്ലക്സ് ആണ്. അതുകൊണ്ടാണ് ആ നെഗറ്റീവ് വാല്യൂ വന്നത്. പോസിറ്റീവ് വാല്യൂ എന്ന് വെച്ചാൽ അതൊരു ഔട്ട് ഗോയിങ് ഫ്ലക്സ് ആണ്. പാസസ് ത്രൂ എ സ്ഫെറിക്കൽ ഗോസിയൻ സർഫസ് ഓഫ് 8 cm റേഡിയസ് സെൻറ്റേർഡ് ഓൺ ദ ചാർജ് ദ വാല്യൂ ഓഫ് ദ പോയിന്റ് ചാർജ്. ഇപ്പോൾ ഒരു സ്ഫെറിക്കൽ ഗോസിയൻ സർഫസ്, ഇപ്പോൾ ഇവിടെ ഒരു ചാർജ് ഉണ്ട്. അപ്പോൾ അതൊരു ഏതായാലും ഒരു നെഗറ്റീവ് ചാർജ് ആയിരിക്കും, കാരണം അതുകൊണ്ടാണ് ഈ ഫ്ലക്സ് ഇൻകമിംഗ് ഫ്ലക്സാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ, നമ്മുടെ ഗോസിലെ ഇക്വേഷൻ പറയുന്നതാണ് ഫൈ നെറ്റ് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു Q enclosed by epsilon naught. അപ്പോൾ Q enclosed നമ്മൾ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് എ Q enclosed, അതാണ് ചോദിച്ചിരിക്കുന്നത്. Q enclosed ഈസ് ഈക്വൽ ടു നമുക്ക് ഫൈ നെറ്റ് ഫ്ലക്സ് ടൈംസ് എപ്സിലോൺ നോട്ട് എന്ന് വരും. അപ്പോൾ നെറ്റ് ഫ്ലക്സിൻ്റെ വാല്യൂ -2 ടൈംസ് 10 to the power 4. എപ്സിലോൺ നോട്ടിൻ്റെ വാല്യൂ 8.85 ഇൻറ്റു 10 to the power -12 വരും. അപ്പോൾ ഇത് 8.85 ഇൻറ്റു 2 എന്നൊക്കെ പറയുമ്പോൾ -17.7 ഇൻറ്റു 10 to the power
-8 കൂളംബ് വരും. അപ്പോൾ -17.7 ഇൻറ്റു 10⁻⁸ കൂളം. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1. ക്വസ്റ്റ്യൻ നമ്പർ 30 അല്ലെങ്കിൽ ഇതിനകത്ത് 30 ആണ്, അല്ലെങ്കിൽ ഫിസിക്സിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ആൻസർ ഓപ്ഷൻ 1. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ഇതിൻ്റെ അകത്ത് എ പോളിയറ്റോമിക് മോളിക്യൂൾ, ഇതും തെർമോഡൈനാമിക്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനുള്ള 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ പോളിയറ്റോമിക് മോളിക്യൂൾ ഗോസ് ഫ്രം സ്പേസ് പോയിന്റ്. അപ്പോൾ ഒരു പോളിയറ്റോമിക് മോളിക്യൂളാണ്. അതിൻ്റെ CP തന്നിട്ടുണ്ട്. ഗോസ് ഫ്രം ഫേസ് പോയിന്റ് എ നിന്ന് ബിയിലോട്ട് വന്നു, പിന്നെ ബി നിന്ന് സിയിലോട്ടാണ്. ദെൻ ഫ്രം പോയിന്റ് ബി ടു പോയിന്റ് സി. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് എ ടു ബി അഡിയബാറ്റിക് പ്രോസസ്സാണ്. ഈ എ ടു ബി അതൊരു അഡിയബാറ്റിക് പ്രോസസ്സ്, ഇതൊരു ഐസോതെർമലാണ്. ബി ടു സി ഐസോതെർമൽ പ്രോസസ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ നെറ്റ് ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം? Q absorbed. Q absorbed, അത് QABC എന്ന് പറയുമ്പോൾ നമുക്ക് QA to B പ്ലസ് QB to C എന്ന് എഴുതാം. ഇവിടെ നോക്കാം, QA to B അത് അഡിയബാറ്റിക് പ്രോസസ്സാണ്. അപ്പോൾ അവിടെ 0 ആണ്. അപ്പോൾ QB to C എന്ന് പറയുമ്പോൾ ഇത് ഐസോതെർമലാണ്. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സ് എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് Q ഈസ് ഈക്വൽ നമുക്കറിയാം ΔU പ്ലസ് W ആണ്. ഇവിടെ ΔU ഐസോതെർമൽ പ്രോസസ് ആകുമ്പോൾ ΔUയുടെ വാല്യൂ 0, ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി 0 ആണ്. സോ Q ഈസ് ഈക്വൽ നമുക്ക് വർക്ക് ഡൺ എന്ന് കിട്ടും. അപ്പോൾ ഈ കേസിൽ Q in BC, സോ Q in ABC അതെന്ന് പറയുന്നത് Q in BC തന്നെയാണ്. ആ ഐസോതെർമൽ പ്രോസസ്സിൽ മാത്രമാണ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്. ഇത് എക്സ്പാൻഷൻ ആണ്. അപ്പോൾ ആ അബ്സോർബ് ചെയ്ത ഹീറ്റ് വെച്ചിട്ട് അത് B to C എന്ന് പറയുന്ന പ്രോസസ്സിൽ അത് അബ്സോർബ് ചെയ്ത ഹീറ്റ് വെച്ചിട്ട് അത് വർക്ക് ചെയ്തു. അതൊരു ഹീറ്റ് എഞ്ചിനാണെന്ന് വിചാരിക്കുക. ആ ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്തു. അതിൻ്റെ വർക്ക് ഔട്ട്പുട്ട് തന്നെയാണ് ഹീറ്റ് അബ്സോർബ്ഡ്. വർക്ക് ഔട്ട്പുട്ട് ഈസ് ഹീറ്റ് അബ്സോർബ്ഡ്. അപ്പോൾ ഒരു ഐസോതെർമൽ ഒരു ഐസോതെർമൽ എക്സ്പാൻഷൻ വർക്ക് വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ് nRT ln. സോ V2 മൈനസ് V1 വരും. എക്സ്പാൻഷൻ വർക്ക് ആകുമ്പോൾ nRT ln V2 മൈനസ് V1. ഇപ്പോൾ പോളിയറ്റോമിക് മോളിക്യൂൾസ് പെർ യൂണിറ്റ് മോൾ, ഒരു മോളാകുമ്പോൾ എന്നിൻ്റെ വാല്യൂ 1. സോ 1 ഇൻറ്റു R ഇൻറ്റു ടെമ്പറേച്ചർ. ഇവിടുത്തെ നോക്കുക B2Cയിലെ ടെമ്പറേച്ചർ 450 Kelvin. സോ 450 ഇൻറ്റു ln. ln ഫൈനൽ വോളിയം എന്ന് പറയുമ്പോൾ ഫൈനൽ വോളിയം VC is equal to 8 times 10⁻⁻3. സോ 8 times 10⁻⁻3 V1 VB. അതായത് നമുക്ക് VC ബൈ ഇത് VC ബൈ ln VC ബൈ സോ VC ബൈ VB എന്ന് വരും. അപ്പോൾ വർക്ക് ഡൺ. സോ QABC, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു QBC, ദാറ്റ് ഈസ് ഈക്വൽ ടു 450R ln. So 8 into 10⁻⁻6 divided by 6 into 10⁻⁻6 വരും. അപ്പോൾ 8/6 വരുമ്പോൾ 4/3 വരും. അപ്പോൾ അതായത് 450R ln 4/3 വരും. അപ്പോൾ ln log A by B എന്ന് പറയുമ്പോൾ log A minus log B. അപ്പോൾ 450R ln 4 minus ln 3 വരും. ln 4 minus ln 3. അപ്പോൾ അങ്ങനെ വരുന്ന ഓപ്ഷൻ 2. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആ പോളിയറ്റോമിക് പ്രോസസ്സിൻ്റെ ആൻസർ ഓപ്ഷൻ 2 ആണ്. 450R ഇൻറ്റു ln 4 മൈനസ് ln 3. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 7. 2 identical symmetric double convex lines of focal length F cut into 2 equal parts. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ച് കട്ട് ചെയ്തു. അതിൻ്റെ ആക്സിസിൽ കൂടെ തന്നെ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് കട്ട് ചെയ്തു. ഇത് ആക്സിന് പെർപെൻഡിക്കുലറായിട്ട് അതിൻ്റെ പ്ലെയിനിൽ തന്നെ കട്ട് ചെയ്തു. ആക്സിന് പ്ലെയിനിൽ തന്നെ കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് L1 L2 എന്ന് പറയുക 2 ലെൻസ് കിട്ടി ബൈ AB പ്ലെയിൻ. ഇവിടെ AB പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് L1 L2 2 ലെൻസ് കിട്ടി. നെക്സ്റ്റ് കട്ട് ചെയ്ത് നമ്മൾ വേറെ അതേ ഒരു ഐഡൻറ്റിക്കൽ ലെൻസ് XY പ്ലെയിനിൽ കട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് റേഷ്യോ ഫോക്കൽ ലെങ്ത് ഇൻ ലെൻസ് L1. അപ്പോൾ ലെൻസ് L1 ഈ L1 നോക്കുക, ഇത് ഫുൾ ലെൻസ് എന്ന് വിചാരിക്കുക, ഫുൾ ലെൻസ് ആയിട്ട് വിചാരിക്കുക L. അപ്പോൾ ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് നമുക്ക് 1/f ഈസ് ഈക്വൽ ടു എഴുതാം mu മൈനസ്, അതായത് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പുറത്ത് എയറാന്ന് ആവശ്യം ചെയ്യും mu മൈനസ് 1. സോ 1/r പ്ലസ് 1/r 2/r വരും. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തു. AB എന്നുള്ള പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്തു, വരച്ചിട്ട് കട്ട് ചെയ്തു. ഇതൊരു AB എന്ന് പറയുന്ന പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ 1/f1. സോ 1/f എന്ന് പറയുമ്പോൾ mu മൈനസ് 1 ഇൻറ്റു ഇത് 2 ഈ L1. ഇതിപ്പോൾ ഒരു L1 എന്ന് പറയുന്നത് എടുക്കുകയാണെങ്കിൽ ഇവിടെ 2 റേഡിയസ് ഉണ്ട് എപ്പോഴും. കാരണം ഈ 2 റേഡിയസ്, ഇവിടുത്തെ റേഡിയസ് 6 ആണ്. 2 റിഫ്രാക്റ്റീവ് സർഫസ്, ഇപ്പോഴും 2 റിഫ്രാക്റ്റീവ് സർഫസ് ഉണ്ട്. ഇപ്പോൾ 2/r ആണ്.
ഇപ്പോൾ രണ്ട് കർവ്ഡ് ഈ ലെൻസ് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എ ബി ഒക്കെ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ലെൻസ് നമുക്ക് കിട്ടും. ഈ ലെൻസ് കിട്ടുമ്പോൾ ഇതിന് രണ്ട് കർവ്ഡ് റിഫ്രാക്റ്റീവ് സർഫസ് ഉണ്ട്. അപ്പോൾ രണ്ടിൻ്റെ കൂടെ അപ്പോൾ 2/r എന്ന് വരും. അപ്പോൾ 1/f1 = μ - 1 × 2/r വരും. ഇനി അടുത്ത നമ്മൾ കട്ട് ചെയ്യുന്നത് XY എന്ന് പറഞ്ഞ പ്ലെയിനിൽ കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നോക്കുക, ഇതിന് ഒറ്റ കർവ്ഡ് റിഫ്രാക്റ്റീവ് സർഫസ് ഉള്ളൂ. അപ്പോൾ ഒറ്റ R1 എടുത്താൽ മതി. അപ്പോൾ 1/f3, ഇപ്പോൾ ഇത് F3 അല്ലേ, L3, ഇത് നമുക്ക് L3 എന്ന് എടുക്കുമ്പോൾ സോ 1/f3 = μ - 1 × 1/r വരുന്നത്. കാരണം ആ ലെൻസിൻ്റെ ഇക്വേഷൻ നിങ്ങൾ ഓർത്താൽ മതി. സോ 1/f = സോ μ - 1 × സോ 1/r1 - 1/r2 എന്ന് വരും. അപ്പോൾ ഒന്നിൻ്റെ റേഡിയസ് നമ്മൾ ഇവിടുത്തെ റേഡിയസ് എടുക്കുമ്പോൾ R പോസിറ്റീവായിട്ട് എടുക്കും, ഈ റേഡിയസ് R2 എടുക്കുമ്പോൾ നെഗറ്റീവായിട്ട് വരും. അപ്പോൾ മൈനസ് വരും, അപ്പോൾ പോസിറ്റീവ് വരും. അങ്ങനെയാണ് ഇത് 2/r വരുന്നത്. ഇനി ഇതിൻ്റെ റേഷ്യോ നമ്മളോട് വെച്ചിരിക്കുന്നത് f1/f2 റേഷ്യോ അല്ലേ, ഫോക്കൽ ലെങ്ത് L1 to L3. അപ്പോൾ 1/f1 ഈ ഇക്വേഷൻ കിട്ടി. അപ്പോൾ നമുക്ക് 1/f3 - 1/f1 എന്ന് ചെയ്യാം. അപ്പോൾ നമുക്ക് f1/f2 വരും. അപ്പോൾ 1/f3 എന്ന് പറയുമ്പോൾ സോ 1/f3 ഡിവൈഡഡ് ബൈ ഇത് ചെയ്യുമ്പോൾ സോ μ - 1 × 1/r ഡിവൈഡഡ് ബൈ μ - 1 × സോ 2/r ചെയ്യുമ്പോൾ നമുക്ക് ഇത് നോക്കുക, ഇതെല്ലാം ക്യാൻസൽ ചെയ്തു 1/2 എന്ന് വരും. അപ്പോൾ f1 = f3 അല്ലേ, f2 അല്ല, f1 = f3 എന്ന് പറയുമ്പോൾ 1:2 വരും. അപ്പോൾ f1 = f3 എന്ന് പറയുമ്പോൾ 1:2 വരും. അപ്പോൾ അതിൻ്റെ ആൻസർ ഓക്കെ ഓപ്ഷൻ 4. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ഓപ്ഷൻ 4 വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. A plane electromagnetic wave propagates along x direction in free space. The components of electric field, magnetic field E and magnetic field B vectors associated with the wave in Cartesian frame. അപ്പോൾ ഇതിൻ്റെ C അതിൻ്റെ പ്രൊപ്പഗേഷൻ അലോങ് പോസിറ്റീവ് x ആണ്. പ്രൊപ്പഗേഷൻ അലോങ് പോസിറ്റീവ് x അല്ലെങ്കിൽ അലോങ് പോസിറ്റീവ് x ഡയറക്ഷൻ, ഡയറക്ഷനാണ്. അപ്പോൾ നമുക്കറിയാം ഈ C അലോങ് വെക്ടർ C അലോങ് E ക്രോസ് ബിയുടെ ഡയറക്ഷനാണ്. E ക്രോസ് ബിയുടെ ഡയറക്ഷൻ അതായത് C അലോങ് I ക്യാപ്പ് ആണ്. C അലോങ് I ക്യാപ്പ്. അപ്പോൾ I ക്യാപ്പ് കിട്ടണമെങ്കിൽ നമുക്കറിയാം IJK, അതായത് നമുക്ക് നോക്കിയറിയാം IJK. നമുക്ക് ആ വെക്ടറിൻ്റെ ഇതെടുത്താൽ മതി. അത് J ക്രോസ് K = I എന്ന് വരും. J ക്രോസ് K ആണ് I. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. അതായത് J ക്രോസ് K = I. സോ J ക്രോസ് K ആണ് I. അതായത് EY, അതായത് Y ക്രോസ്, അത് ഇറ്റ് ഷുഡ് ബി അലോങ് E ക്രോസ് B. അപ്പോൾ E ഷുഡ് ബി ഇൻ Y ഡയറക്ഷൻ, E ക്രോസ് B ഷുഡ് ബി ഇൻ Z ഡയറക്ഷൻ. ദെൻ C അലോങ് നമുക്ക് X ഡയറക്ഷൻ കിട്ടും. C അലോങ് പോസിറ്റീവ് X ഡയറക്ഷൻ കിട്ടും. അങ്ങനെ ഒരു ഡയറക്റ്റ് ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കാം. E ക്രോസ് EYBS, ഇറ്റ് ഷുഡ് ബി EYBZ ആയിരിക്കണം. EYBZ അല്ലെങ്കിൽ BC. അപ്പോൾ ഓപ്ഷൻ 2 വരും. A ക്രോസ് ബിയുടെ ഡയറക്ഷനിലാണ് നമുക്ക് വേവിൻ്റെ പ്രൊപ്പഗേഷൻ വരുന്നത്. അപ്പോൾ E അലോങ് Y, സോ E അലോങ് Y ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ J വരും. സോ J ക്രോസ് മാഗ്നറ്റിക് ഫീൽഡ് അലോങ് Z ഡയറക്ഷൻ J ക്രോസ് K എന്ന് പറഞ്ഞാൽ I ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 വരും. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 2. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് ഒരു നമ്മുടെ ഒപ്റ്റിക്സ് എന്നൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ 2 കോൺകേവ് റിഫ്രാക്റ്റീവ് സർഫസ് ഓഫ് ഈക്വൽ റേഡിയൈ. ഇപ്പോൾ രണ്ട് ഗ്ലാസ് അതിൻ്റെ റേഡിയസ് സെയിം തന്നെ, ഈക്വൽ റേഡിയോ കർവേച്ചർ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5, രണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം തന്നെ. ആ ഷോൺ ഇൻ ദ ഫിഗർ എ പോയിന്റ് ഒബ്ജക്റ്റ് O is placed midway between P and B. അതായത് പിയുടെയും ബിയുടെ ഇടയ്ക്ക് ആർബിറ്റ്, അതായത് ഇവരുടെ ഡിസ്റ്റൻസ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് R, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് R. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, അതായത് ഈ ബി നിന്ന് R/2 ഡിസ്റ്റൻസ് ഒരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നു. ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ഇമേജ് O ഫോം ബൈ ദ 2 റിഫ്രാക്റ്റീവ് സർഫസ്. ഇപ്പോൾ ഇവിടെ 2 റിഫ്രാക്ഷൻ നടക്കും. ആദ്യം നമുക്ക് ആ ലെഫ്റ്റ് സർഫസിൽ റിഫ്രാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് ആ ഇമേജിൻ്റെ ലൊക്കേഷൻ നോക്കാം. ഇവിടെ നോക്കാം, ഇവിടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്, ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്ന ഡിസ്റ്റൻസ് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് R + R/2 ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് R, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് R/2 ആണ്. അപ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് U = 3R/2 വരും. R + R/2 എന്ന് പറയുമ്പോൾ 3R/2 വരും. പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 എന്ന് പറയുമ്പോൾ 1.5, N1ൻ്റെ വാല്യൂ 1 ആയിട്ട് തന്നെ എടുക്കുക, എയർ അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് റിഫ്രാക്ഷൻ അലോങ് കർവ് സർഫസ് അതിൻ്റെ ഇക്വേഷൻ വരുമ്പോൾ N2/V - N1/U = N2 - N1/R എന്ന് വരും. ഇപ്പോൾ ഇവിടെ ആ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ
ഇവിടുത്തെ N2ൻ്റെ വാല്യൂ 1.5. 1.5 ഞാൻ 3/2 എന്ന് എഴുതാം. സോ 3/2 ഫസ്റ്റ് ഇമേജിൽ, അതിനെ ഞാൻ ഇതിൻ്റെ ഈ ഇവിടുത്തെ ഇമേജിനെ ഞാൻ V1 എന്ന് വിളിക്കുകയാണ്. 3/2 V1, N1ൻ്റെ വാല്യൂ 1. ഇവിടെ യുടെ വാല്യൂ, കാരണം ഇതാണ് നമ്മുടെ ഒപ്റ്റിക്കൽ സെൻറ്റർ. ഇപ്പോൾ ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷൻ ഇതാണ് ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷൻ, ഇത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മെഷർ ചെയ്യുമ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് നെഗറ്റീവായിട്ട് വരും. സോ നെഗറ്റീവ് 3r/2 ഈസ് ഈക്വൽ ടു, സോ 1.5 മൈനസ് 1 റേഡിയസ് ഓഫ് കർവേച്ചർ ഈ ഒപ്റ്റിക്കൽ സെൻറ്ററിൽ നിന്ന് ഇതിൻ്റെ റേഡിയസ് ഇങ്ങനെയാണ് വരുന്നത്. റേഡിയസ് ഓഫ് കർവേച്ചർ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മെഷർ ചെയ്യണം, അത് നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു -r എന്ന് വരും. അപ്പോൾ ഈ ഇക്വേഷൻ, സോ 3/2 V1 പ്ലസ് 2/3r ഈസ് ഈക്വൽ ടു ഇവിടെ 1.5, സോ -1/2r എന്ന് വരും. അപ്പോൾ നമുക്ക് 3/2 V, സോ 3/2 V1 ഈസ് ഈക്വൽ ടു -1/2r മൈനസ് 2/3r വരും. സോ ഇത് നമ്മൾ എടുക്കുമ്പോൾ 6r കോമൺ ആയിട്ട് വരുമ്പോൾ 6r. ഓക്കെ, ഇത് 3 -4 -7 വരും. ഇപ്പോൾ ഇവിടെ നോക്കുക, സോ 3/2 V1, സോ 3/2 V1 ഈസ് ഈക്വൽ ടു -7/6r. സോ ഇതിൽ നിന്ന് നമുക്ക് V1 ഈസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടും. ഇവിടെ 3 വരും, സോ V1 ഈസ് ഈക്വൽ ടു -9r. ഇവിടെ R1 അല്ലോ, സോ -9r/7 എന്ന് വരും. അപ്പോൾ നമുക്കിത് ഫോം ചെയ്ത ഇമേജ് ഒക്കെ, അതായത് ഇവിടുന്ന് ഈ ഡയറക്ഷൻ, അതായത് ഇവിടെ റിഫ്രാക്ഷൻ നടന്നിട്ട് ഇപ്പറയല്ല ഫോം ചെയ്യുന്നത്, കാരണം ഇതുള്ള ഇൻസിഡൻറ്റ് ഡയറക്ഷൻ, ആ ഡയറക്ഷൻ അല്ല, ഇവിടുന്ന് എവിടെയാണ്, അതായത് ഇവിടുന്ന് 6 മാറി, ഇത് 3r/2, അതായത് ഇതിൻ്റെ ഈ സെൻറ്റർ മാറിയിട്ട് 9r/7 എന്ന് പറയുമ്പോൾ ഇത് 6-നേക്കാളും കൂടുതലാണ്. അപ്പോൾ ഈ സെൻറ്ററിൽ നിന്ന്, അതായത് ഈ പോയിന്റ് P എന്ന് മാറി ഇവിടെ എവിടെയായിട്ടാണ് ആ ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പോൾ V1ൻ്റെ വാല്യൂ ഓർത്തിരിക്കുക, V1ൻ്റെ വാല്യൂ സോ 9r/7. അതായത് ഇവിടെ ഇപ്പറയല്ല ഫോം ചെയ്യുന്നത്, ഈ ഭാഗത്താണ് ഫോം ചെയ്യുന്നത്, അതായത് ഈ എയുടെ റൈറ്റ് സൈഡിലാണ് ഫോം ചെയ്യുന്നത്. ഇത് നമുക്ക് സെക്കൻഡ് ബി എന്ന് പറയുന്ന സർഫസ്, ഓക്കെ, മറ്റേ റൈറ്റ് സൈഡിലെ സർഫസിലെ റിഫ്രാക്ഷൻ്റെ ഇക്വേഷൻ എഴുതാം. അപ്പോൾ അവിടെ എഴുതുമ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇവിടെ യുടെ വാല്യൂ r/2. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷൻ, അത് പോസിറ്റീവ്, ഇവിടെ ഇത് വരും. അപ്പോൾ അതേ ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ സോ N2/N1, സോ 3/2 V2 മൈനസ് 1/-r/2 ഈസ് ഈക്വൽ ടു 1.5 മൈനസ് 1/-r എന്ന് വരും. കാരണം ഇവിടെ നമ്മുടെ റേഡിയസ് നമ്മൾ മെഷർ ചെയ്യുന്ന ഒപ്റ്റിക്കൽ സെൻറ്ററിൽ നിന്ന് ടുവേഴ്സ് ലെഫ്റ്റ് വരുമ്പോഴാണ് ഇൻസിഡൻറ്റ് ഡയറക്ഷൻ പോസിറ്റീവിലോട്ട്, ടുവേഴ്സ് റൈറ്റ് വരുന്നത്, അത് നെഗറ്റീവ് വരും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ സോ 3/2 V2 ഈസ് ഈക്വൽ ടു, കാരണം ഇവിടെ 2/r വരും, 2/r അവിടെ പോകുമ്പോൾ നെഗറ്റീവ്, സോ 2/r നെഗറ്റീവ് 1/2r വരും. സോ ഇവിടെ പ്ലസ് 2/r, ഓക്കെ, r/2 പ്ലസ് 2/r, ഇവിടെ വരുമ്പോൾ -2/r ഡിവൈഡ് ബൈ -1/2r, ഓക്കെ, ഇവിടെ -2r, സോ 2r നെഗറ്റീവ് വരും. ഇവിടെ -4 മൈനസ് -5 വരും. അപ്പോൾ 3/2, സോ 3/2 V2 ഈസ് ഈക്വൽ ടു -5/2r വരും. അപ്പോൾ 2 ക്യാൻസൽ ആയി പോകും. അപ്പോൾ V2, അപ്പോൾ V2ൻ്റെ ഇക്വേഷൻ V2 ഈസ് ഈക്വൽ ടു നോക്കുക, V2 ഈസ് ഈക്വൽ ടു -3r/5 വരും, -3r/5. അപ്പോൾ ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്നത് ഇതിൻ്റെ റൈറ്റ് സൈഡിലല്ല, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ഫൈനൽ ഡയഗ്രം രണ്ടും കൂടെ വരയ്ക്കാം. ഇവിടെ നോക്കുക, ഈ ഫൈനൽ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഡയഗ്രം ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു. ഇവിടെ ഇത് നമ്മുടെ ഒരു ലെഫ്റ്റ് സൈഡിലെ റിഫ്രാക്ഷൻ, ഇത് റൈറ്റ് സൈഡിലെ റിഫ്രാക്ഷൻ. ഇവിടെ നോക്കി, ഇവിടെയായിരുന്നു ഒബ്ജക്റ്റ്. ഫസ്റ്റ് ഈ ഇമേജ് ഫോം ചെയ്ത് ഇവിടെ നിന്ന് 3r/2. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 2r ആണ്. ഈ ഫസ്റ്റ് ഇമേജ് ഇവിടുന്ന് എവിടെയാണ് ഫോം ചെയ്തത്, ഈ പോയിന്റിൽ നിന്ന് 9r/7 ഈ ഡിസ്റ്റൻസ് പറയുമ്പോൾ, സോ 9r/7 മാറിയിട്ടാണ് ഈ V1ൻ്റെ ലൊക്കേഷൻ. സോ ഇത് V2 എന്ന് എടുക്കുക, V2 ഈസ് ഈക്വൽ ടു ഇത് V1ൻ്റെ ലൊക്കേഷൻ, ഇത് V2ൻ്റെ ലൊക്കേഷൻ. ഈ ഡിസ്റ്റൻസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കണ്ടെടുക്കേണ്ട ഈ രണ്ട് ഇമേജിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ V2ൻ്റെ ഡിസ്റ്റൻസ്, V2 നമുക്ക് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3r/5 ആണ്. അപ്പോൾ നമുക്ക് ഈ ഗ്യാപ്പ് പറയണമെങ്കിൽ നോക്കാം. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ്, ഓക്കെ, ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ ഗ്യാപ്പ് ഈ V2 മൈനസ് V1, ഇതിനെ ഞാൻ എക്സ് എന്ന് വിളിക്കാം, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് പ്ലസ് ഈ ഡിസ്റ്റൻസ് എത്രയാണ് 9r/7 പ്ലസ് 3r/5 ഈസ് ഈക്വൽ ടു 2r എന്ന് വരും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക്
സോ 2r മൈനസ് 3r/5 മൈനസ് 9r/7 വരും. ഇവിടെ നോക്കിയത് 9r/c, ഞാൻ ഇതിൽ നിന്ന് x ഈസ് ഈക്വൽ ടു ആ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ഓക്കെ, x എന്ന് പറയുക ഡിസ്റ്റൻസ് ബിറ്റ്വീൻ v1 ആൻഡ് v2, അതായത് രണ്ട് മെയിൻ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ 2r മൈനസ്, ഓക്കെ, 2r മൈനസ്, സോ 9r/7 മൈനസ് 3r/5 എന്ന് വരും. അപ്പോൾ ഇതെടുക്കുമ്പോൾ ഇവിടെ 7 ഡിവൈഡ് ബൈ 14r മൈനസ് 7/5r വരും. സോ 5r/7 മൈനസ് 3r/5 എന്ന് വരും. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ 25r, സോ 25r മൈനസ് 21r ഡിവൈഡ് ബൈ 35 എന്ന് വരും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 4r, 25r മൈനസ് 21r എന്ന് പറയുമ്പോൾ 4r/35 വരും. അപ്പോൾ 4r, അതായത് 4/40 ആകുമ്പോൾ 0.1 ആണ്. 4/40 എന്ന് പറയുമ്പോൾ ഇതൊരു 0.1 വരും. അപ്പോൾ 4/35 എന്ന് പറയുമ്പോൾ ഈ വാല്യൂ ജസ്റ്റ് ഗ്രേറ്റർ ദാൻ 0.1 കൂടുതലായിരിക്കും. അപ്പോൾ 0.1 കൂടുതലായിട്ട് വരുന്നൊരു വാല്യൂ ഉണ്ടോ നോക്കാം. ഇതൊരിക്കലും 0.2 വരത്തില്ല, 0.124 അല്ല. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ 4/35, ഓക്കെ, 4/35 അപ്രോക്സിമേറ്റ് വാല്യൂ എടുക്കുമ്പോൾ 0.114 വരും. ശരി, 0.114r വരും. അപ്പോൾ അതിൻ്റെ ആൻസർ, ഓക്കെ, അതിൻ്റെ ആൻസർ വരുന്നത് 0.114r, ഓക്കെ, ഓപ്ഷൻ 2 ആണ്. 0.114r ഓപ്ഷൻ 2 വരും. 34 അതിൻ്റെ ആൻസർ 0.114r ഓപ്ഷൻ 2 ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. നെക്സ്റ്റ്, 2 bodies A and B of equal masses are suspended from 2 massless spring or spring constant K1 and K2 if the bodies oscillate vertically such that the amplitude equal. അപ്പോൾ രണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ആണ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് എഴുതാം A1 ഈസ് ഈക്വൽ ടു A2. അതിന് ആംപ്ലിറ്റ്യൂഡ്, രണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് സെയിം തന്നെ, A എന്ന് എഴുതാം. ആംപ്ലിറ്റ്യൂഡ്സ് ആർ ഈക്വൽ. ദ റേഷ്യോ ഓഫ് ദ മാക്സിമം വെലോസിറ്റി ഓഫ് A2, സോ Vmax, ഓക്കെ, Vmax ഓഫ് A ഡിവൈഡഡ് ബൈ Vmax ഓഫ് B. Vmax പറയുമ്പോൾ ω1, ഓക്കെ, ω1 ഇൻറ്റു A1 ഡിവൈഡ് ബൈ ω2 ഇൻറ്റു A2 എന്ന് വരും. ഇപ്പോൾ ഇവിടെ A1 A2 സെയിം ആണ്. അപ്പോൾ A1 എന്ന് പറയുക A ആണ്, A2 എന്ന് പറയുക A ആണ്. സോ നമുക്ക് ω1 A ബൈ ω2 A എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ω1 ബൈ ω2 എന്ന് വരും. അപ്പോൾ V1 max, ഓക്കെ, Vmax ഓഫ് A ഡിവൈഡ് ബൈ Vmax ഓഫ് B എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ω1 ബൈ ω2 എന്ന് പറയും. ω1 എന്ന് പറയുമ്പോൾ അറിയാം, ω ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് K/M ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് K/M. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് K1 ബൈ M1 ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് K2 ബൈ M2 വരും. ഇവിടെ M1 M2 സെയിം അല്ല, രണ്ട് ഈക്വൽ മാസ്. സോ M1 ഈസ് ഈക്വൽ ടു M2. അപ്പോൾ നമുക്ക് M1 M2 ക്യാൻസൽ ആയി പോകും. ഫൈനലി നമുക്ക് M1 M2 സെയിം തന്നെയാണ്. ഫൈനലി നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് K1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് K2 വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് K1 ബൈ K2 വരും. Square root of K1 by K2, answer option 1. അപ്പോൾ question number 35, okay, answer option 1 വരും. Okay, next questionലോട്ട് പോകാം. അപ്പോൾ ഇതൊരു assertion reason question, okay, ഇതൊരു കൊളീഷനിൽ നിന്നാണ്, ആ കൊളീഷനാണ്. ഇപ്പോൾ 3 identical spheres of same mass undergo one dimensional motion, okay. ഇപ്പോൾ സെയിം മാസ് ആണ്, identical spheres of same mass undergo one dimensional collision shown in the figure with initial velocities VA, ഇതിൻ്റെ VAയുടെ വാല്യൂ 5, VBയുടെ വാല്യൂ 2, VC 4 meter per second. If wait sufficiently long for elastic collision to happen, VA final velocity, then VA is equal to 4, VB is equal to 2, VC is equal to 5 meter per second will be the final velocity. അപ്പോൾ ഇതെല്ലാം ഐഡൻറ്റിക്കൽ മാസ് ആണ്. അവർ പറഞ്ഞിരിക്കുന്നത് ഇലാസ്റ്റിക് കൊളീഷൻ ഇവിടെ ഒക്കർ ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ഒരു ഇലാസ്റ്റിക് കൊളീഷൻ നടക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഐഡൻറ്റിക്കൽ മാസ്, അതായത് M1, ഐഡൻറ്റിക്കൽ മാസ്, അതായത് M1 M2, സപ്പോസ് M1 is equal to M2, so U1, ഇത് U1, ഇത് U2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ V2 is equal to U1 and V1 is equal to U2. അപ്പോൾ ഐഡൻറ്റിക്കൽ മാസസ്, അത് ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ they will exchange their velocity, അതായിരിക്കും ആ കോൺസെപ്റ്റാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഫൈനൽ ഇതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കുക. അപ്പോൾ റീസൺ നോക്കാം, ഇൻ ഇലാസ്റ്റിക് കൊളീഷൻ ബിറ്റ്വീൻ ഐഡൻറ്റിക്കൽ മാസസ് 2 objects exchange their velocity. അപ്പോൾ അത് കറക്റ്റാണ്, റീസൺ കറക്റ്റാണ്. അതായത് ഐഡൻറ്റിക്കൽ മാസസ് ഇലാസ്റ്റിക് കൊളീഷൻ നടക്കുകയാണെങ്കിൽ ദേ വിൽ എക്സ്ചേഞ്ച് ദെയർ വെലോസിറ്റീസ്. അപ്പോൾ നമുക്ക് ഇത് തന്നെയാണ് ഫൈനൽ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് എയും ബി എടുക്കാം. എയും ബി എടുക്കുമ്പോൾ ബിയുടെ വെലോസിറ്റി 2, ഇതിൻ്റെ വെലോസിറ്റി 2 meter per second, മറ്റേതിൻ്റെ വെലോസിറ്റി 5 meter per second. ഇത് ബിഫോർ കൊളീഷൻ ആണ്, ഇത് എ ബി. ഇപ്പോൾ ആഫ്റ്റർ കൊളീഷൻ എങ്ങനെയായിരിക്കും? ആഫ്റ്റർ കൊളീഷൻ
ബിയുടെ വെലോസിറ്റി, ബിക്ക് എയുടെ വെലോസിറ്റി ഇടും. സോ ബിയുടെ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ബിയുടെ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. എയുടെ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. എക്ക് ബിയുടെ വെലോസിറ്റി കിട്ടും. അപ്പോൾ എയുടെ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ എയുടെ വെലോസിറ്റി കുറഞ്ഞു. എ 5 അത് 2 ആയി. ഇനി ഒരിക്കലും ഇനി എ സി ആയിട്ടോ ബി ആയിട്ടോ ഒന്നും കൊളൈഡ് ചെയ്യത്തില്ല. കാരണം സിയുടെ വെലോസിറ്റി ഓൾറെഡി 4 ആണ്. കാരണം എ ബി ആയിട്ട് കൊളൈഡ് ചെയ്തു, പിന്നെ ഇതിൻ്റെ വെലോസിറ്റി 2 ആയി, ബിയുടെ വെലോസിറ്റി 5 ആയി. പിന്നെ ഇവർ തമ്മിൽ കൊളീഷൻ നടക്കത്തില്ല, എ ബി കൊളീഷൻ നടക്കത്തില്ല. കാരണം എയുടെ വെലോസിറ്റി 2 ആണ്, അത് സിനേക്കാളും കുറവാണ്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി ഓഫ് എ, സോ ഫൈനൽ വെലോസിറ്റി ഓഫ് എ സോ വി എ ഇസ് ഈക്വൽ നമുക്ക് 2 മീറ്റർ പെർ സെക്കൻഡ് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഇത് തെറ്റാണ്. വി എയുടെ ഫൈനൽ വെലോസിറ്റി 4 അല്ല 2 ആണ്. അപ്പോൾ തന്നെ അസെഷൻ റോങ് ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് വി സിയും കൂടെ നോക്കാം. ഇനി നോക്കി, ഇനി ഒരിക്കലും എ സി ആയിട്ടോ ബി ആയിട്ടോ കൊളൈഡ് ചെയ്തില്ല, കാരണം കൊളീഷന് ശേഷം എയുടെ വെലോസിറ്റി കുറഞ്ഞു. ഇനി നമുക്ക് ബിയും സിയും തമ്മിലുള്ള കൊളീഷൻ നോക്കാം. അപ്പോൾ ബിയും സി, ബിയുടെ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി, സിയുടെ വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത് ബിഫോർ കൊളീഷൻ. ഇനി ആഫ്റ്റർ കൊളീഷൻ, ഈ ആഫ്റ്റർ കൊളീഷൻ വരുമ്പോൾ സിക്ക് ബിയുടെ വെലോസിറ്റി കിട്ടും. സിക്ക് ബിയുടെ വെലോസിറ്റി കിട്ടും. അപ്പോൾ സിയുടെ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ബിയുടെ വെലോസിറ്റി, ബിക്ക് സിയുടെ വെലോസിറ്റി കിട്ടും 4 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ ഫൈനൽ വെലോസിറ്റി ഒക്കെ വി ബിയുടെ വെലോസിറ്റി വി ബി ഇസ് ഈക്വൽ ടു 4 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് വി സി ഇസ് ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ് വരും. അപ്പോൾ വി ബി 2 എന്ന് തന്നിരിക്കുന്നത് റോങ് ആണ്, വി ബി 4 ആണ്, വി സി 5 ആണ്. വി സിയുടെ വാല്യൂ മാത്രം കറക്റ്റാണ്. പക്ഷേ ഇവർ അസേഷൻ പറഞ്ഞിരിക്കുന്ന ആ വെലോസിറ്റി ഉണ്ടല്ലോ, വി യുടെ വാല്യൂ 4 എന്ന് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ വി എ 2 ആണ്. വി ബിയുടെ വാല്യൂ ഇവർ 2 എന്ന് പറഞ്ഞിരിക്കുന്നത് 4 ആണ്. വി സി കറക്റ്റാണ്. അപ്പോൾ അസേഷൻ റോങ് ആണ്. പക്ഷേ റീസൺ കറക്റ്റാണ്. കാരണം ഒരു ഇലാസ്റ്റിക് കൊളീഷൻ, ഐഡൻറ്റിക്കൽ മാസിൻ്റെ ഇലാസ്റ്റിക് കൊളീഷനിൽ ദേ വിൽ എക്സ്റ്റെൻഡ് ദ വെലോസിറ്റി. അപ്പോൾ അസേഷൻ റോങ് ആൻഡ് റീസൺ ട്രൂ ആണ്. അപ്പോൾ അത് ഓപ്ഷൻ 4, എ ഈസ് ഫോൾസ് ആൻഡ് റീസൺ ഈസ് ട്രൂ. അതല്ലേ? അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 ആണ്. ഓക്കെ, അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. പിന്നെ അതൊരു സാൻഡ് ഡ്രോപ്പ് സാൻഡ് ഓഫ് മാസ് എം ടി ഓൺ എ കൺവേ ബെൽറ്റ് അറ്റ് എ റേറ്റ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ദ സ്പീഡ് ഓഫ് ബെൽറ്റ്. അതായത് റേറ്റഡ് ഒരു കാർട്ട് ഇങ്ങനെ എടുക്കാം. കാർട്ടിൽ നമ്മുടെ സാൻഡ് ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് ആ dm/dt. സോ dm/dt പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് വി ആണ്. ഇഫ് പി ഇസ് എ പവർ ഡെലിവറി ടു റൺ ദ ബെൽറ്റ് അറ്റ് എ കോൺസ്റ്റന്റ് സ്പീഡ്, അതായത് ഒരു കൺവെയർ ബെൽറ്റിലോട്ട്, അല്ലെങ്കിൽ ഇതൊരു കൺവെയർ ബെൽറ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കൺവെയർ ബെൽറ്റ് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അതിലോട്ട് സാൻഡ് ഇങ്ങനെ ആഡ് ചെയ്യുന്നു. ആ സാൻഡ് ആഡ് ചെയ്യുന്ന റേറ്റ്, സോ dm/dt പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് വി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദ പവർ ഡെലിവേർഡ് ടു റൺ ദ ബെൽറ്റ് അറ്റ് എ കോൺസ്റ്റന്റ് സ്പീഡ്, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻഷിപ്പ് ഈസ് ട്രൂ. അപ്പോൾ അത് റൺ ഇത് ആ ബെൽറ്റിനെ കോൺസ്റ്റന്റ് സ്പീഡിൽ റൺ ചെയ്യണം. അങ്ങനെയാണ് വാട്ട് ഈസ് എ പവർ ഡെലിവേർഡ്. ആ പവർ ഡെലിവേർഡും സ്പീഡും തമ്മിലുള്ള റേഷ്യോ. അപ്പോൾ നമുക്ക് ഫോഴ്സ്, ഇപ്പോൾ ഈ വേരിയബിൾ മാസ് സിസ്റ്റം ആകുമ്പോൾ അല്ലെങ്കിൽ മാസൊക്കെ ആഡ് ചെയ്യുന്ന കേസ്, ഒരു റോക്കറ്റ് പ്രൊപ്പൽഷൻ അങ്ങനത്തെ കേസിലൊക്കെ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു അത് dm/dt ഇൻറ്റു വെലോസിറ്റിയാണ്. ഇവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ലേ? വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഇത് ശരിക്കും ഇക്വേഷൻ എന്ന് പറയുമ്പോൾ m/dv/dt പ്ലസ് dm/dt × v വരും. ഇവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് പറയും. ബെൽറ്റിൻ്റെ കോൺസ്റ്റന്റ് സ്പീഡിൽ റൺ ചെയ്യണം. അപ്പോൾ ഫോഴ്സ് ഈസ് ഈക്വൽ ടു dm/dt × v വരും. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു dm/dt എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് വി ഇൻറ്റു വി വരും. അപ്പോൾ എഫ് പ്രൊപ്പോർഷണൽ ടു, അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു ഇപ്പോൾ dm/dt. സോ അപ്പോൾ ഇത് dm/dt ഈസ് ഈക്വൽ ടു dm/dt എ കോൺസ്റ്റന്റ്. ഓക്കെ, dm/dt ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് k ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് വി എന്ന് എഴുതാം. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു k ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് വി ഇൻറ്റു വി എന്ന് വരും. ഇനി പവർ ഇൻസ്റ്റൻറ്റേനിയസ് അല്ലെങ്കിൽ പി ഇൻസ്റ്റൻറ്റേനിയസ് പറയുമ്പോൾ ഫോഴ്സിൻ്റെ വെലോസിറ്റിയാണ്. അപ്പോൾ k ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് വി ഇൻറ്റു വി ഇൻറ്റു വെലോസിറ്റി എന്ന് വരും. ഇത് ഫോഴ്സ്, ഇത് വെലോസിറ്റി, എഫ് ഇൻറ്റു വി. അപ്പോൾ നമുക്ക് k ഇൻറ്റു v2 2 to the power v2 plus 1/2 വരും. സോ k v to the power 5/2 വരും. അപ്പോൾ പവർ p ഈസ് ഈക്വൽ നമുക്ക് കിട്ടി. സോ പവർ സോ k ഇൻറ്റു v to the power 5/2 വരും. അപ്പോൾ p ഈസ് ഈക്വൽ ടു k ഇൻറ്റു v to the power 5/2. അങ്ങനെ ഒരു ഓപ്ഷൻ നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്രാക്ഷണൽ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇങ്ങനെ സ്ക്വയർ ചെയ്ത് നോക്കാം. അപ്പോൾ പി സ്ക്വയർ ഈസ് ഈക്വൽ ടു k സ്ക്വയർ ഇൻറ്റു v to the power 5 എന്ന് വരും. അപ്പോൾ k എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. ഒരു കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ ആ dm/dt ഈസ് ഈക്വൽ സ്ക്വയർ റൂട്ട് ഓഫ് വി ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് ഉപയോഗിച്ച കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ. അപ്പോൾ k സ്ക്വയർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ p സ്ക്വയർ
അപ്പോൾ നമ്മുടെ ആൻസർ പി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു വി ടു ദ പവർ 5 എന്ന് വരും. അത് പവറിൻ്റെ സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു വി ടു ദ പവർ വെലോസിറ്റി ടു ദ പവർ 5 വരും. അപ്പോൾ അങ്ങനെ വരുന്ന ഓപ്ഷൻ 4 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ 4. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം. ഓക്കെ, എ കോൺവെക്സ് ലെൻസ് ഓഫ് ഗ്ലാസ്. ഓക്കെ, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ1. ഓക്കെ, μ1ൻ്റെ വാല്യൂ സോ μ1 is equal to 1.5. അത് 3/2 എന്ന് എടുക്കാം. ഹാസ് എ ഫോക്കൽ ലെങ്ത് 24 cm ഇൻ എയർ. അപ്പോൾ എയറിൻ്റെ വാല്യൂ mu ഓഫ് ഗ്ലാസ് μ1 അല്ല, mu ഓഫ് ഗ്ലാസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് is equal to 3/2. അപ്പോൾ എൻ്റെ എയറിലെ ഫോക്കൽ ലെങ്ത്, അപ്പോൾ mu ഓഫ് എയർ നമുക്ക് 1 ആയിട്ട് എടുക്കാം. ഇവിടെ തന്നിട്ടൊന്നുമില്ലോ. അപ്പോൾ അതിൻ്റെ ഫോക്കൽ ലെങ്ത് 24 cm തന്നിട്ടുണ്ട്. സോ 1/f is equal to നമ്മുടെ ഇക്വേഷൻ വരുന്നത്. സോ mu ഓഫ് ഗ്ലാസ് മൈനസ് mu എയർ by mu air into 1/r minus of 1/r വരും. ഡബിൾ കോൺവെക്സ് ലെൻസ് അല്ലേ. അപ്പോൾ 1/24 is equal to 3/2 minus 1/1 വരും into 2/r വരും. സോ 1/24 is equal to 1/2 into 2/r. അപ്പോൾ നമുക്ക് റേഡിയസ് is equal to 24 എന്ന് വരും. ഇനി പറഞ്ഞിരിക്കുന്നത് ഇഫ് ദാറ്റ് വെൻ ഇറ്റ് ഈസ് ടോട്ടൽ ഇമേഴ്സ് ഇൻ എ വാട്ടർ, ഒരു വാട്ടറിൽ ഇമേഴ്സ് ചെയ്യണം. പിന്നെ വാട്ടറിൽ ഇമേഴ്സ് ചെയ്തു. അപ്പോൾ mu ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ 1.33 എന്ന് പറയുന്നത് 4/3 ആണ്. അപ്പോൾ 1.33 എന്ന് 4/3 ആണ്. പെട്ടെന്ന് നമുക്കിത് ചെയ്യാൻ പറ്റും. അല്ലാതെ നിങ്ങൾ 1.33 അല്ലെങ്കിൽ 1.5 ഒക്കെ എടുത്താൽ കുറച്ച് സമയം എടുക്കും. കാരണം കാൽക്കുലേഷൻ കുറച്ച് പാടായിരിക്കും. കാൽക്കുലേഷൻ പെട്ടെന്ന് ചെയ്യാനായിട്ട് ഫ്രാക്ഷൻ ആക്കി മാറ്റുക നല്ലത്. അപ്പോൾ ഇതിൻ്റെ mu ഓഫ് ഗ്ലാസ് ഈസ് ഈക്വൽ ടു 3/2 ആണ്. അപ്പോൾ ഈ കേസിൽ ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കേസിലെ ഫോക്കൽ ലെങ്ത്, അതായത് കംപ്ലീറ്റ്ലി ഇമേഴ്സ് ചെയ്യുമ്പോൾ ഫോക്കൽ ലെങ്ത് സോ 1/f' ഈസ് ഈക്വൽ ടു mu ഓഫ് ഗ്ലാസ് മൈനസ് mu ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ mu ഓഫ് വാട്ടർ ഇൻറ്റു 2/r വരും. ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ളൂ. സോ mu ഓഫ് ഗ്ലാസ് പറയുമ്പോൾ 3/2 മൈനസ് 4/3 ഡിവൈഡഡ് ബൈ 4/3 ഇൻറ്റു 2/r. ആറിൻ്റെ വാല്യൂ 24. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ 9 മൈനസ് 8 വരും. സോ 1/6 ബൈ 4/3 ഇൻറ്റു 2/24 വരും. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ 3 മുകളിലോട്ട് വരും. സോ 3 into 2, സോ 3 into 2 ഡിവൈഡ് ബൈ 6 into 4 into 24 വരും. ഇവിടെ 3 into 2, ഓക്കെ, 3 into 2 6 വരും. ഇത് 6 വരും. അപ്പോൾ 1/f', ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 into 24 എന്ന് പറയുമ്പോൾ 40, 24 into 2 48 into 2 96 വരും. അപ്പോൾ 1/f', അപ്പോൾ വാട്ടറിൽ കംപ്ലീറ്റ്ലി നമ്മൾ മുക്കുമ്പോൾ അതിൻ്റെ 1/f' ഈസ് ഈക്വൽ ടു 96. അപ്പോൾ f' ഈസ് ഈക്വൽ ടു 1/f' ഈസ് ഈക്വൽ ടു 1/96. സോ f' ഈസ് ഈക്വൽ ടു 96 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അതിൻ്റെ ഫോക്കൽ ലെങ്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു 96 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ അതിൻ്റെ ആൻസർ, ഓക്കെ, തന്നിരിക്കുന്നതിൻ്റെ ആൻസർ ഓപ്ഷൻ 2. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 96 സെൻറ്റിമീറ്റർ. ഇത് ഏതാ ക്വസ്റ്റ്യൻ 13 ഓപ്ഷൻ. ഇതിൻ്റെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് അതിൻ്റെ ആൻസർ 96 സെൻറ്റിമീറ്റർ വരും. ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ ഈ കപ്പാസിറ്റർ ചാർജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 5 വോൾട്ട് യൂസിങ് 6, ഓക്കെ, ഒരു കപ്പാസിറ്റർ C1ൻ്റെ വാല്യൂ 6 മൈക്രോ ഫാരഡ്. അപ്പോൾ അതൊരു ബാറ്ററി വെച്ചിട്ട് സെൽ വെച്ചിട്ട് നമ്മൾ 5 വോൾട്ടോട്ട് ചാർജ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ദ ബാറ്ററി ഈസ് റിമൂവ്ഡ് ആൻഡ് അനദർ കപ്പാസിറ്റർ C2 ഈസ് ഇൻസേർട്ടഡ് ഇൻ പ്ലേസ് ഓഫ് ബാറ്ററി. അപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ ഇങ്ങനെ വരും. അപ്പോൾ ആദ്യം ഒരു സെല്ല് വെച്ചിട്ട് ഒരു 6 മൈക്രോ ഫാരഡ് അല്ലേ, 6 മൈക്രോ ഫാരഡ് കപ്പാസിറ്ററിനെ 5 വോൾട്ട് ബാറ്ററി വെച്ചിട്ട് ചാർജ് ചെയ്തു. അപ്പോൾ ചാർജ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഇതിൻ്റെ ചാർജിൻ്റെ വാല്യൂ Q1 ഈസ് ഈക്വൽ ടു നമുക്ക് 6 into 5 30 മൈക്രോ കൂളംബ് വരും. എന്നിട്ട് ഈ കപ്പാസിറ്റർ 30 മൈക്രോ കൂളം ചാർജുള്ള ഈ 6 മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ, അപ്പോൾ ഇതിൻ്റെ Q1ൻ്റെ വാല്യൂ 30 ആണ്. അത് നമ്മൾ വേറൊരു കപ്പാസിറ്ററായിട്ട് അൺചാർജ്ഡ് ആണെന്നു. റിമൂവ് another capacitor CT of 12 microfarad is inserted in place of battery. When the switch S is closed, the charge flow between the capacitor for some time until equilibrium condition is reached. What are the charges Q1 and Q2 of the capacitor C1 and C2 when equilibrium condition is reached? അതായത് നമ്മൾ കണക്ട് ചെയ്തു, ഇത് 12 മൈക്രോഫാരഡായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ വാട്ട് ഈസ് ദ ഫൈനൽ ചാർജ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് ഓൾറെഡി ചാർജഡ് ആണല്ലോ, ഇവിടുന്ന് ചാർജ് Q ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഫൈനൽ ചാർജ് Q1' ആവും, ഇതിൻ്റെ ചാർജ് Q2' ആയിരിക്കും.
അപ്പോൾ Q1 ഡാഷ് പ്ലസ് Q2 ഡാഷ് ഈസ് ഈക്വൽ ടു Q ഇനിഷ്യൽ എന്ന് വരും. അപ്പോൾ ഇവിടെ ഇനിഷ്യൽ ചാർജ് Q1 ഫസ്റ്റ് കപ്പാസിറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ബേസിക് മെത്തേഡൊക്കെ. അതായത് ചാർജ് കപ്പാസിറ്ററിൽ നിന്ന് അൺചാർജിലോട്ട് ചാർജ് വരും. എപ്പോൾ വരെ വരും? രണ്ടിൻ്റെ പൊട്ടൻഷ്യൽ സെയിം ആവണ വരെ. അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ V ഡാഷ് ആയിരിക്കും, ഇതിൻ്റെ ഫൈനൽ പൊട്ടൻഷ്യൽ V ഡാഷ് ആയിരിക്കും. രണ്ടിൻ്റെ പൊട്ടൻഷ്യൽ സെയിം ആവണ വരെ ആയിരിക്കും ചാർജ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, രണ്ടിൻ്റെ ചാർജ് സെയിം ആവണ വരെയല്ല, രണ്ട് കപ്പാസിറ്റർ പൊട്ടൻഷ്യൽ സെയിം ആവണ വരെ. രണ്ടിൻ്റെ പൊട്ടൻഷ്യൽ V ഡാഷ് അല്ലെങ്കിൽ രണ്ടും ഒരു കോമൺ പൊട്ടൻഷ്യൽ അറ്റൈൻ ചെയ്യുന്നവരെ ചാർജ് ഫ്ലോ നടക്കും. രണ്ടിൻ്റെ പൊട്ടൻഷ്യൽ സെയിം ആകുമ്പോൾ പിന്നെ ചാർജ് ഫ്ലോ നടക്കത്തില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സോ Q1 ഡാഷ് ഈസ് ഈക്വൽ ടു C1 ഇൻറ്റു V ഡാഷ്, അതുപോലെ Q2 ഡാഷ് ഈസ് ഈക്വൽ ടു C2 ഇൻറ്റു V ഡാഷ്. ഇപ്പോൾ രണ്ടിൻ്റെ ചാർജ് ഓക്കെ, V ഡാഷ് ഇസ് എ ഫൈനൽ പൊട്ടൻഷ്യൽ ഓക്കെ, കോമൺ പൊട്ടൻഷ്യൽ. രണ്ടിൻ്റെ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് രണ്ടിൻ്റെ അതായത് പൊട്ടൻഷ്യൽ കൂടുതലുള്ള കപ്പാസിറ്റിയിൽ നിന്ന് കുറഞ്ഞതിലോട്ടായിരിക്കും ചാർജ് ഫ്ലോ നടക്കുന്നത്. അതായത് കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ളതിൽ നിന്ന് കുറഞ്ഞതിലോട്ട് ചാർജ് ഫ്ലോ നടക്കും. അപ്പോൾ രണ്ട് കപ്പാസിറ്റർ പൊട്ടൻഷ്യൽ സെയിം ആവണ വരെ ചാർജ് ഫ്ലോ നടക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് C1 V1 ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഫൈനൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. അപ്പോൾ C1 V ഡാഷ് ഓക്കെ, അതായത് 5 അല്ലല്ലോ 6 അല്ലേ, 6 ഇൻറ്റു V ഡാഷ് പ്ലസ് 12 ഇൻറ്റു V ഡാഷ് ഈസ് ഈക്വൽ ടു അതിൻ്റെ ഇനിഷ്യൽ ചാർജ് Q1. സോ Q1 ഈസ് ഈക്വൽ ടു 30 എന്ന് വരും. അപ്പോൾ നമുക്ക് 18 V ഡാഷ് ഈസ് ഈക്വൽ ടു 30 എന്ന് വരും. സോ V ഡാഷ് ഈസ് ഈക്വൽ ടു 30/18. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5/3 വോൾട്ട് എന്ന് വരും. അപ്പോൾ അതിൻ്റെ ഫൈനൽ പൊട്ടൻഷ്യൽ ഓക്കെ, ഫൈനൽ പൊട്ടൻഷ്യൽ 5/3 വരും. അപ്പോൾ ഫൈനൽ ചാർജ് ഓൺ C1, ഫൈനൽ ചാർജ് ഇൻ C1ലെ ഫൈനൽ ചാർജ് എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു 5/3 വരും. 6 ഇൻറ്റു 5/3. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 മൈക്രോ കൂളംബ് വരും. സോ ഫൈനൽ ചാർജ് ഇൻ C2 എടുക്കുമ്പോൾ 12 ഇൻറ്റു 5/3. സോ 4 ഇൻറ്റു 5 20 മൈക്രോ കൂളംബ് വരും. അപ്പോൾ 10 20 ഓക്കെ, Q1 10, Q2 സോ Q1 ഈസ് ഈക്വൽ ടു Q1 ഡാഷ് ഓക്കെ, ഫൈനൽ ചാർജ് ഓൺ C1 എന്ന് പറയുമ്പോൾ Q1 ഡാഷ് ഈസ് ഈക്വൽ ടു 10 മൈക്രോ കൂളം ആൻഡ് Q2 ഡാഷ് ഈസ് ഈക്വൽ ടു 20 മൈക്രോ കൂളം വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3. അപ്പോൾ ഇത് ഇത്രയും ചെയ്യാതെ തന്നെ നമുക്ക് എളുപ്പത്തിലൊരു മെത്തേഡ് പറഞ്ഞുതരാം. അതായത് നോക്കുക, എളുപ്പത്തിൽ ചെയ്യാനാണെങ്കിൽ ഇത്രയും കാൽക്കുലേഷൻ അത് ചെയ്യാൻ, അതായത് ഫൈനൽ പൊട്ടൻഷ്യൽ ഒന്ന് കണ്ടുപിടിക്കാതെ ചെയ്യേണ്ട മെത്തേഡ് പറഞ്ഞുതരാം. ഫൈനൽ മെത്തേഡ് കണ്ടുപിടിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യില്ല, ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തു. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ നോക്കുക, രണ്ടിൻ്റെയും പൊട്ടൻഷ്യൽ V ഡാഷ് സെയിം ആയിരിക്കില്ലേ. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടുത്തെ Q1 ഓക്കെ, ഇവിടുത്തെ Q1 ഡാഷ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു C1 ഇൻറ്റു V ഡാഷ്. സോ Q2 ഡാഷ് ഈസ് ഈക്വൽ ടു C2 ഇൻറ്റു V ഡാഷ് എന്ന് വരും. അപ്പോൾ Q1 ഡാഷ് ബൈ Q2 ഡാഷ് ദാറ്റ് ഈസ് ഈക്വൽ ടു C1/C2 എന്ന് വരും. ഇവിടെ നോക്കിയാൽ C1/C2 എന്ന് പറയുമ്പോൾ 1/2, അപ്പോൾ 1:2 എന്ന് വരും. സോ Q1 ഡാഷ് ഈസ് ടു Q2 ഡാഷ് എന്ന് പറയുമ്പോൾ Q1 ഡാഷ് ഈസ് ടു Q2 ഡാഷ് എന്ന് പറയുമ്പോൾ 1:2 എന്ന് വരും. അപ്പോൾ നോക്കുക, അപ്പോൾ Q1 ഡാഷ് പ്ലസ് Q2 ഡാഷ് ഓക്കെ, Q1 ഡാഷ് പ്ലസ് Q2 ഡാഷ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 30. അപ്പോൾ Q1 ഡാഷിന് ഞാൻ Q എന്ന് എടുക്കുകയാണെങ്കിൽ Q2, സോ ഇത് Q1 ഡാഷിനെ Q എന്ന് വിളിക്കുകയാണെങ്കിൽ മറ്റേത് 2Q വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 30. ഇപ്പോൾ 3Q ഈസ് ഈക്വൽ ടു 30 എന്ന് വരും. കാരണം ഇതിലെ ചാർജ് Q ആണെങ്കിൽ ഇതിൻ്റെ ചാർജ് 2 ടൈംസ് ആയിരിക്കും. അപ്പോൾ 3Q ഈസ് ഈക്വൽ ടു 30. അപ്പോൾ Qയുടെ വാല്യൂ 10 വരും. സോ 2Qൻ്റെ വാല്യൂ 20 വരും. അപ്പോൾ വേണമെങ്കിൽ പെട്ടെന്ന് റേഷ്യോ എടുത്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും ഈ പൊട്ടൻഷ്യലൊന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആ കോൺസെപ്റ്റ് നമുക്ക് പെട്ടെന്ന് അറിയാമെങ്കിൽ ഇപ്പോൾ പൊട്ടൻഷ്യൽ ഇല്ലാതെ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കാരണം Q1 ഡാഷ് ബൈ Q2 ഡാഷ് 1:2 വരും. കാരണം C1/C2 വരും 1:2. അപ്പോൾ Q1ലുള്ള ചാർജ് Q ആണെങ്കിൽ മറ്റേ ചാർജ് 2Q ആയിരിക്കും. ഇപ്പോൾ Q പ്ലസ് 2Q അത് 3Q ഈക്വൽ ടു 30 വരും. ഇപ്പോൾ Qൻ്റെ വാല്യൂ 10 വരും. ഇപ്പോൾ 2Q 20 വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പറിലോട്ട് പോകാം. ഇപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് 3 ഈക്വൽ മാസസ് കെപ്റ്റ് ഓൺ എ വെർട്ടിസസ് ഓക്കെ, ഒരു ഈക്വൽ ട്രയാങ്കിളിൻ്റെ വെർട്ടിസസിൽ ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് A, ഇത് B, ഇത് C. അപ്പോൾ ട്രയാങ്കിൾ ഓഫ് സൈഡ് എ ഫ്രീ സ്പേസ്. ഇപ്പോൾ ഇതിൻ്റെ സൈഡിൻ്റെ വാല്യൂ A ആണ്, ഈ സൈഡ് A. അപ്പോൾ അറ്റ് ടൈം T=0 എല്ലാത്തിനും ഓരോ വെലോസിറ്റി കൊടുത്തു. ടൈം T=0 എല്ലാത്തിൻ്റെ വെലോസിറ്റി, അതായത് എയുടെ വെലോസിറ്റി അലോങ് A to C, ഇവിടെ വെലോസിറ്റി A അലോങ് ACB ഇങ്ങനെയുള്ളൂ. അപ്പോൾ എയുടെ വെലോസിറ്റി ഈ ഡയറക്ഷനാണ്, അത് V0 എന്ന് പറയുന്ന വെലോസിറ്റി ഈ ഡയറക്ഷനാണ്. മറ്റേ ബിയുടെ വെലോസിറ്റി എങ്ങനെയാണ്? B അലോങ് BA, ഇതാണ് ബിയുടെ വെലോസിറ്റി V0. ബിയുടെ വെലോസിറ്റി ഈ ഡയറക്ഷനാണ്.
സിയുടെ വെലോസിറ്റി അലോങ് സി ബി. അപ്പോൾ സിയുടെ വെലോസിറ്റി ഇങ്ങനെ, അതായത് ഈ ഒരു പോയിന്റിൽ ഇതിൻ്റെ വെലോസിറ്റി വി നോട്ട് ഇങ്ങനെ, ഈ വെലോസിറ്റി വി നോട്ട് ഇങ്ങനെ, ഈ വെലോസിറ്റി വി നോട്ട് ഇങ്ങനെ. So here AC, BC and B are the unit vectors along edges of triangle. If three masses interact gravitationally, then the magnitude of the net angular moment of the system at the point of collision. അപ്പോൾ ഇത് തുടക്കത്തിൽ ഇതിനൊരു വെലോസിറ്റി കൊടുത്തു, അതായത് ഈ ഒരു വെലോസിറ്റി ഞാൻ കൊടുത്തു, എന്നിട്ട് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഇത് 3 ഇങ്ങനെ ഇരിക്കുമായിരുന്നു, തുടക്കത്തിൽ ഇതിന് 3 ഒരു വെലോസിറ്റി കൊടുത്തു, ഞാൻ ഇതും കൂടെ കൊളൈഡ് ചെയ്യുന്നു. ഇവർ കൊളൈഡ് ചെയ്യുന്നതിൻ്റെ ഈ 3 മാസം കൊളൈഡ് ചെയ്യുന്നത് അതിൻ്റെ സെൻട്രോയിഡിൽ വെച്ചിട്ടായിരിക്കും. അപ്പോൾ സെൻട്രോയിഡ് ഞാൻ ഓന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഇനിഷ്യൽ അപ്പോൾ ഈ സെൻട്രോയിലോട്ട് വയ്ക്കുമ്പോൾ നോക്കാം, ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഇതിനകത്ത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഫോഴ്സ് എഫ് ഈ എയും ബിയും തമ്മിലുള്ള ബിയും സിയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഡയറക്ഷൻ ആയിരിക്കും, എയും ബി ഡയറക്ഷനായിരിക്കും, ഇത് എയും സിയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആയിരിക്കും. ഇപ്പം നെറ്റ് ടോർക്ക് ഇപ്പം നെറ്റ് ടോർക്ക് അബൌട്ട് ഇത് ഫോഴ്സ് ഇങ്ങനെയല്ലേ, അപ്പോൾ ഇതിനെ ഈ ഫോഴ്സ് വെച്ച് ഇങ്ങനെ ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് നെറ്റ് ഫോഴ്സ്, ഇതിൻ്റെ നെറ്റ് ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും വരുന്നത്. ഇപ്പം നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ അപ്പോൾ ഈ 3 മാസം ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഞാൻ, അപ്പോൾ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എഫ് ഇങ്ങനെ, ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എഫ് ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻറ്റ് ആക്ടിങ്ങിൽ ഇത് ഈ സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യും. അപ്പോൾ ഫോഴ്സ് നെറ്റ് ഫോഴ്സ് ഓൺ ഓൾ മാസസ് ഈ നെറ്റ് ഫോഴ്സ് ഓൺ ഓൾ മാസസ്. സോ നെറ്റ് ഫോഴ്സ് ഓൺ എ എന്ന് എടുക്കുകയാണ്, നെറ്റ് ഫോഴ്സ് ഓൺ പോയിന്റ് മാസ് എ. അപ്പോൾ ഇതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് ഈ നെറ്റ് എയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഈ ഡയറക്ഷൻ വരും. അപ്പോൾ അത് ഇതായിരിക്കും അതിൻ്റെ എഫ് നെറ്റ്. അപ്പോൾ എഫ് നെറ്റ് പാസ് ത്രൂ നെറ്റ് ഫോഴ്സ് ഓൺ എ പാസ് ത്രൂ സെൻട്രോയിഡ് ആണ്, അത് സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യും. അപ്പോൾ ടോർക്ക് അബൌട്ട് സെൻട്രോയിഡ് എത്രയായിരിക്കും? ടോർക്ക് അബൌട്ട് സെൻട്രോയിഡ് 0 ആയിരിക്കും. കാരണം എയിലിരിക്കുന്ന മാസിൽ അതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് ഈ ബി എസ് സിനെ അട്രാക്ട് ചെയ്യുക, ഈ ബി എസ് സി അതിനെ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ നെറ്റ് ഫോഴ്സ് പാസ് ത്രൂ O ആണ്. ഓയിക്കൂടെ പാസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ നെറ്റ് ഫോഴ്സ് പാസ് ത്രൂ O. അതുപോലെ തന്നെ സിയിൽ എടുക്കുമ്പോൾ ബി അതിനെ അട്രാക്ട് ചെയ്യുന്നു, എ അട്രാക്ട് ചെയ്യുന്നു, ആ നെറ്റ് ഫോഴ്സും പാസ് ത്രൂ O. ഈ ബിയുടെ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സും പാസ് ത്രൂ O ആണ്. അപ്പോൾ ടോർക്ക് അബൌട്ട് സെൻട്രോയിഡ് 0 ആയിരിക്കും. ഇപ്പോൾ ടോർക്ക് അബൌട്ട് O 0 ആണെങ്കിൽ ടോർക്ക് അബൌട്ട് O ഈസ് ഈക്വൽ ടു 0. എൽ അബൌട്ട് O കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ആംഗുലാർ മൊമെൻ്റ് അബൌട്ട് angular momentum about O കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ അബൌട്ട് ആയുള്ള ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും, കാരണം നെറ്റ് ഫോഴ്സ് ടോർക്ക് അബൌട്ട് O 0 ആണ്. അപ്പോൾ ടോർക്ക് അബൌട്ട് ഈ പോയിന്റ് 0 ആണെങ്കിൽ ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും, അത് ആംഗുലർ മൊമെൻറ്റം കൺസർവേഷൻ ആയിട്ട് വരും. അപ്പോൾ നമുക്കിത് ഒരു മാസ് എടുക്കാം, ഈ ഈക്വലാറ്റർ ട്രയാങ്കിൾ ഒന്നുകൂടെ വരയ്ക്കാം. അപ്പോൾ ആംഗുലർ മൊമെൻറ്റം അബൌട്ട് O, ഇത് നമ്മുടെ സെൻട്രോയിഡ് ഈ പോയിന്റ് മാസമായിട്ട് എടുക്കുകയാണ്. ഇവിടുത്തെ ഈ മാസിന് ഇതിൻ്റെ മാസ് M, ഇതിൻ്റെ വെലോസിറ്റി V നോട്ട് ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ O. ഇപ്പോൾ L അബൌട്ട് O, L ഓഫ് മാസ് C, മാസ് അറ്റ് C അബൌട്ട് O എന്ന് പറയുമ്പോൾ, അപ്പോൾ L എന്ന് പറയുമ്പോൾ R ക്രോസ് P ആണ്, അതായത് മൊമെൻറ്റം ഇൻറ്റു നമുക്കിങ്ങനെ എഴുതാം, മൊമെൻറ്റം P ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, P ടൈംസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് ടു ദ ലൈൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ആർ ക്രോസ് പി എന്ന് എടുക്കേണ്ട, പി ടൈംസ് മൊമെൻറ്റം ടൈംസ് ആംഗുലർ മൊമെൻറ്റം ബട്ട് എനി പോയിന്റ് എന്ന് പറയുമ്പോൾ മൊമെൻറ്റം ലീനിയർ മൊമെൻറ്റം ടൈംസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് ടു ദ ലൈൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. അത് പി ടൈംസ് ഈ ഡിസ്റ്റൻസ് എടുത്താൽ മതി. ഇതാണ് ഈ ലൈനിൽ നിന്ന് പിയിലോട്ട് വരയ്ക്കുന്നത്, പിയുടെ ഡയറക്ഷൻ ഇതാണ്, ഇതാണ് പിയുടെ ഡയറക്ഷൻ. പിയുടെ ഡയറക്ഷനിൽ നിന്ന് ഓയിലോട്ട്, അതായത് ഈ ഓയിൽ നിന്ന് പിയുടെ ഡയറക്ഷനിൽ ഇരിക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആർ. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഈ ആംഗിൾ ഈക്വൽ ട്രയാംഗിൾ ഇത് ആംഗിൾ 30 ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് പറയുമ്പോൾ ഇത് A/2 വരും. സോ tan 30 ഈസ് ഈക്വൽ ടു ഈ ഡിസ്റ്റൻസ് R/A/2 വരും. ഇപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു tan 30 എന്ന് പറയുമ്പോൾ 1/√3. സോ 1/√3 ഇൻറ്റു A/2 വരും. അപ്പോൾ ഇതിൻ്റെ ആംഗുലർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു P എന്ന് പറയുമ്പോൾ M ഇൻറ്റു V നോട്ട്
ഇൻറ്റു എ ബൈ 2√3 വരും. അതായത് എം വി നോട്ട് എ ആംഗുലർ മൊമെൻ്റ് ഈസ് ഈക്വൽ ടു എം വി നോട്ട് എ ബൈ 2√3 വരും. അപ്പോൾ ഇത് മാസ് സിയുടെ ആണ്. അപ്പോൾ മാസ് ബിയുടെ എടുക്കുകയാണെങ്കിൽ ഇത് എൽ ഓഫ് സിന്ന് എടുക്കാം. എൽ ഓഫ് ബി എടുക്കുമ്പോൾ ഇതുപോലെ തന്നെ എൽ ഓഫ് ബി എടുക്കുമ്പോൾ ഈ മൊമെൻ്റ് ഇങ്ങനെ ഈ ആംഗിൾ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാരണം സെൻട്രോയിഡല്ലേ എല്ലാം ഏത് പോയിന്റ് ഈ ഡിസ്റ്റൻസ് ഈ സെൻട്രോയിഡിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏത് പോയിന്റ് ആ 3 പോയിന്റിലോട്ടുള്ള ഈ ഡയറക്ഷൻ വരയ്ക്കുന്നത് സെയിം തന്നെയായിരിക്കും. അപ്പോൾ എൽ ഓഫ് ബി ഇതുപോലെ എം വി നോട്ട് എ ബൈ 2√3 ആയിരിക്കും. എൽ ഓഫ് എയും സോ എം വി നോട്ട് എ ബൈ 2√3 വരും. ഇപ്പോൾ ഇനിഷ്യൽ ആംഗുലാർ മൊമെൻ്റ് ഓക്കെ ഇനിഷ്യൽ ആംഗുലാർ മൊമെൻ്റ് എബൌട്ട് O എന്ന് പറയുമ്പോൾ സോ ഇനിഷ്യൽ ആംഗുലാർ മൊമെൻ്റ് എബൌട്ട് O അപ്പോൾ ഇത് എൽ എ പ്ലസ് എൽ ബി പ്ലസ് എൽ സി ഓക്കെ എൽ എ പ്ലസ് എൽ ബി പ്ലസ് എൽ സി ഇപ്പോൾ എല്ലാം സെയിം അല്ലേ. അപ്പോൾ 3 ടൈംസ് എം വി നോട്ട് എ ബൈ 2√3 വരും. അപ്പോൾ 3/√3 എന്ന് പറയുമ്പോൾ √3 വരും. സോ √3/2 സോ √3/2 എം വി നോട്ട് എ വരും. അപ്പോൾ ഇത് തന്നെയായിരിക്കും ഇനിഷ്യൽ ആംഗുലാർ മൊമെൻ്റ് അത് തന്നെയായിരിക്കും. സോ എല്ലിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് അല്ലേ എല്ലിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് തന്നെയായിരിക്കും ഫൈനൽ ആംഗുലാർ മൊമെൻറ്റം ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈനൽ എൽ ബിഫോർ കൊളീഷൻ ഫൈനൽ ആംഗുലാർ മൊമെൻറ്റം ഫൈനൽ എൽ ബിഫോർ കൊളീഷൻ. ഇതായിരിക്കും ഫൈനൽ ആംഗുലാർ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ. അപ്പോൾ അതിൻ്റെ ആൻസർ √3/2 എ എം വി നോട്ട് ഓപ്ഷൻ 3 വരും. അപ്പോൾ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ആ 3 മാസസ് അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി വരുന്നത് അതിൻ്റെ അട്രാക്ഷൻ കാരണമല്ല. തുടക്കത്തിൽ നമ്മളൊരു വെലോസിറ്റി ഇങ്ങനെ കൊടുക്കണം. ഇതിന് 3 ഇങ്ങനെ ഒരു വെലോസിറ്റി ഡയറക്ഷൻ കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വരുമ്പോൾ ഇതിൻ്റെ നെറ്റ് ഓരോ മാസിലും ആക്ട് ചെയ്യുന്ന നെറ്റ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടല്ലോ അത് അതിൻ്റെ സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ സെൻട്രോയിഡ് ബോർഡുള്ള ടോർക്ക് 0 ആണ്. കാരണം ഒരു ഫോഴ്സ് ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യണമെങ്കിൽ ആ പോയിന്റിന് പോയിട്ട് ആ ഫോഴ്സ് ടോർക്ക് ക്രിയേറ്റ് ചെയ്യില്ല. അപ്പോൾ ടോർക്ക് അബൌട്ട് O 0 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആംഗുലാർ മൊമെൻ്റ് കൺസേർവ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ ആംഗുലാർ മൊമെൻ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഓരോന്നിൻ്റെ ഇനിഷ്യൽ ആംഗുലാർ മൊമെൻ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ അതിൻ്റെ ഒന്നിൻ്റെ കണ്ടുപിടിച്ചാൽ മതി. അത് ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് ബാക്കിയുള്ള അതിൻ്റെ സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ഒന്നിൻ്റെ കണ്ടുപിടിക്കാൻ നമുക്ക് എം വി നോട്ട് എ ബൈ 2√3 വരും. അത് ഇൻറ്റു 3 ചെയ്യുമ്പോൾ ഇനിഷ്യൽ ആംഗുലാർ മൊമെൻ്റ് കിട്ടും. ആ സിസ്റ്റത്തിൻ്റെ ഇനിഷ്യൽ ആംഗുലാർ മൊമെൻ്റ് കിട്ടും. അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ബിഫോർ കൊളീഷൻ ഈ വാല്യൂ തന്നെയായിരിക്കും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ സോ √3/2 എം വി നോട്ട് എ വരും. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ നമുക്ക് അറിയേണ്ടത് യങ്സ് മോഡുലസ് ഓരോന്നിൻ്റെ ഡയമെൻഷണൽ മാച്ചിങ് ആണ്. യങ്സ് മോഡുലസ് പറയുമ്പോൾ യങ്സ് മോഡുലസിൻ്റെ ഡയമെൻഷൻ എടുക്കുമ്പോൾ അത് പ്രഷറിൻ്റെ അല്ലെങ്കിൽ സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ തന്നെയായിരിക്കും. അത് ml പവർ -1 t പവർ -2 ആയിരിക്കും. അപ്പോൾ എ മാച്ചസ് വിത്ത് 2 ആയിരിക്കും. എ മാച്ചസ് വിത്ത് 2 വരും. ഇനി ടോർക്കിൻ്റെ ഡയമെൻഷൻ വരുമ്പോൾ അത് എനർജിയുടെ തന്നെയാണ് ml² t -2 വരും. അപ്പോൾ ബി വരുന്നത് ബി മാച്ചസ് വിത്ത് 4 ആയിട്ടായിരിക്കും. പിന്നെ ക്വസ്റ്റൻ്റെ വിസ്കോസിറ്റി ഈറ്റയുടെ ഡയമെൻഷൻ ആണെങ്കിൽ ഓർത്തിരുന്നാൽ മതി. ഇപ്പോൾ ന്യൂട്ടൻ്റെ ലോ ഫ്രിക്ഷൻ അപ്പോൾ നമ്മുടെ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഇക്വേഷൻ -ഈറ്റ a ഇൻറ്റു dv/dx. അപ്പോൾ ഈറ്റയുടെ ഡയമെൻഷൻ എടുക്കുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ml t -2 ഇൻറ്റു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ എൽ t -1 ഏരിയയുടെ L² വരും. അപ്പോൾ എല്ലാം ക്യാൻസലായി. അപ്പോൾ ഇവിടെ ml പവർ -1 t പവർ -1 വരും. സോ ml പവർ -1 t പവർ -1. അപ്പോൾ സി മാച്ചസ് വിത്ത് 1 വരും. പിന്നെ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻ്റ് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻ്റെ ഡയമെൻഷൻ ജിയുടെ ഡയമെൻഷൻ എടുക്കുമ്പോൾ എഫ് ഇൻറ്റു ml t -2 ഇൻറ്റു L² ബൈ m² വരും. സോ m -1 L³ t -2 വരും. അപ്പോൾ അതിൻ്റെ 3 ആണ് C അല്ല D/3 വരും. അതായത് A/2 B/4 A/2 B/4 C/1 D/3 അങ്ങനെ വരുന്ന ഓപ്ഷൻ 4 ആണ്. ഓക്കെ അപ്പോൾ അങ്ങനെ വരുന്നത് ആൻസർ ഓപ്ഷൻ 4. അപ്പോൾ ഇങ്ങനെ തന്നിരിക്കുന്നത് ഓക്കെ A/1 ഓരോന്നിൻ്റെ നോക്കിയത് യങ്സ് മോഡുലസ് എന്ന് പറയുമ്പോൾ പ്രഷറിൻ്റെ ഡയമെൻഷൻ തന്നെ ടോർക്ക് എന്ന് പറയുമ്പോൾ എനർജിയുടെ തന്നെ ml² t പവർ -2 കോസ്റ്റൽ വിസ്കോസിറ്റി ml പവർ -1 t പവർ -1 വരും. അപ്പോൾ പിന്നെ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് m പവർ -1 L³ t പവർ -2 വരും. അപ്പോൾ അങ്ങനെ മാച്ച് ചെയ്യുന്ന ഓപ്ഷൻ 4 ആണ്. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
അടുത്ത് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡാണ്. മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കുക, മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഗോസ് ആണ്. അതിൻ്റെ യൂണിറ്റ് ഗോസ് അല്ലെങ്കിൽ ടെസ്ല. അപ്പോൾ എ മാച്ചസ് വിത്ത് 3 വരും. എ മാച്ചസ് വിത്ത് 3. ഇനി മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ അത് H ആണ്. മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ NI, നമ്പർ ഓഫ് ടേൺസ് പെർ ലെങ്ത്, അത് ആംപിയർ പെർ മീറ്റർ ആണ്. ആംപിയർ പെർ മീറ്റർ. അപ്പോൾ ഇതെനിക്ക് ആംപിയർ പെർ മീറ്റർ ആണ്, അവിടെ തെറ്റിപ്പോയി. ആംപിയർ പെർ മീറ്റർ ആണ്. ബി മാച്ചസ് വിത്ത് 4 ആണ്. ഇപ്പോൾ ബി മാച്ചസ് വിത്ത് ഇവിടെ ആംപിയർ പെർ മീറ്റർ വേണം. ആംപിയർ മീറ്റർ അല്ല, NI അല്ല, നമ്പർ ഓഫ് ടേൺസ് പെർ ലെങ്ത് NI ആണ്. ഇപ്പോൾ ബി മാച്ചസ് വിത്ത് 4 വരും. ഇനി മാഗ്നറ്റിക് ഫ്ലക്സ് ഓക്കെ 5B. മാഗ്നറ്റിക് ഫ്ലക്സ് 5B ഈസ് ഈക്വൽ ടു, അതിൻ്റെ യൂണിറ്റ് വരുന്നത് വെബർ ആണ്. അതിൻ്റെ യൂണിറ്റ് വെബർ. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് C മാച്ചസ് വിത്ത് 2 വരും. C മാച്ചസ് വിത്ത് 2. നെക്സ്റ്റ് വരുന്നത് മാഗ്നറ്റിക് മൊമെൻറ്റ് M എന്ന് പറയുമ്പോൾ കറണ്ട്. ഓക്കെ I ഇൻറ്റു കറണ്ട് ഇൻറ്റു ഏരിയ, ആംപിയർ മീറ്റർ സ്ക്വയർ വരും. സോ ആംപിയർ മീറ്റർ സ്ക്വയർ വരും. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ഓക്കെ D മാച്ചസ് വിത്ത് 1 വരും. അപ്പോൾ A മാച്ചസ് വിത്ത് 3, A to 3, B to 4. ശരിക്കും മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ NI, നമ്പർ ഓഫ് ടേൺസ് പെർ ലെങ്ത് ഇൻറ്റു കറണ്ട് വരും. അപ്പോൾ ആംപിയർ പെർ മീറ്റർ. ഇപ്പോൾ B to 4, C to 2, മാഗ്നറ്റിക് ഫ്ലക്സ് ടു വെബർ, മാഗ്നറ്റിക് മൊമെൻറ്റ് ടു ആംപിയർ മീറ്റർ സ്ക്വയർ. അങ്ങനെ വരുന്നത് A3, B4, C2, D1. അപ്പോൾ ഓപ്ഷൻ 2. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 17 ഓക്കെ അല്ലെങ്കിൽ 42 ആൻസർ ഓപ്ഷൻ 2 വരും. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ പിന്നെ അതൊരു ലോജിക് ഗേറ്റ്സ് ആണ്. ലോജിക് ഗേറ്റ്സ് അപ്പോൾ അതിൻ്റെ നോക്കാം. അപ്പോൾ അതിൻ്റെ ട്രൂത്ത് ടേബിളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, ഇതൊരു ആൻഡ് ഗേറ്റ് ആണ്. ഒരു ആൻഡ് ഗേറ്റ്. ഇവിടെ വരുന്നത് A, അത് വരുന്നത് B കോംപ്ലിമെൻ്റ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ A വരുന്നു, ഇവിടെ B കോംപ്ലിമെൻ്റ് വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ A ഡോട്ട് B കോംപ്ലിമെൻ്റ് ഇവിടെ വരുന്നത്. മറ്റേ ഗേറ്റ് എടുക്കുമ്പോൾ ഇവിടെ വരുന്നത് A കോംപ്ലിമെൻ്റ് ആണ്, അല്ലെങ്കിൽ A ബാർ ഇവിടെ വരുന്നു, B വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ A ബാർ ഡോട്ട് B ആണ്. ഇത് രണ്ടും കൂടെ ഒരു ഓർ ഗേറ്റിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഓർ ഗേറ്റ്. ഇപ്പോൾ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ഇത് X+Y ആണ്. ഇവിടെ ശരിക്കും ഇത് XY ആണ്, X+Y വരുന്നത്. അപ്പോൾ A ഡോട്ട് B കോംപ്ലിമെൻറ്റ് പ്ലസ് A കോംപ്ലിമെൻറ്റ് ഡോട്ട് B ആണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് Y ഈസ് ഈക്വൽ ടു A ഡോട്ട് B ബാർ പ്ലസ് A ബാർ ഡോട്ട് B എന്ന് വരും. അപ്പോൾ ഇത് ശരിക്കും ഇത് XOR ഗേറ്റിൻ്റെ ലോജിക് ഗേറ്റാണ്. ഇത് XOR ഗേറ്റിൻ്റെ ലോജിക് ഗേറ്റാണ്. ഇവിടെ 1 എയും 0. ഇപ്പോൾ എയും ബിയും 0 എന്നിരിക്കും. A 0 B 0 ആണെങ്കിൽ ഇവിടെ 0 വരും. B കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ B കോംപ്ലിമെൻറ്റ് 0. അപ്പോൾ A ഡോട്ട് 1 എന്ന് പറയുമ്പോൾ ഇവിടെ A 0 B കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ 1 വരും. A 0 ഡോട്ട് 1 എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും. അതുപോലെ തന്നെ A കോംപ്ലിമെൻറ്റ് 1 വരും, B 0 ആണ്. അപ്പോൾ ഇത് 0, ഇവിടെ 0 + 0 എന്ന് പറയുമ്പോൾ 0 വരും. ഇനി എയും ബിയും 1 ആണെങ്കിൽ A 1 B കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ 0 വരും. അപ്പോൾ എയും ബിയും 1 B കോംപ്ലിമെൻറ്റ് 0 വരും. അപ്പോൾ അത് 0 + 0 അത് 0 വരും. ഇനി A 0യും B 1 എന്നിരിക്കും. A 0 B 1 0 ഡോട്ട് 0 0 വരും. A കോംപ്ലിമെൻറ്റ് A 0. അപ്പോൾ A കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ 1 വരും. 1 ഡോട്ട് 1 അത് 1 വരും. സോ 0 + 1 1 വരും. ഇത് ശരിക്കും Y ഈസ് ഈക്വൽ ടു, അതുപോലെ തന്നെ തിരിച്ച് A1 ഉം B 0 ആകുമ്പോൾ തിരിച്ച് അതുപോലെ തന്നെ വരും. അപ്പോൾ A B കോംപ്ലിമെൻറ്റ് പ്ലസ് A കോംപ്ലിമെൻറ്റ് B എന്ന് പറയുന്നത് ഇത് XOR ഗേറ്റ് ആയിരിക്കും. അപ്പോൾ XOR ഗേറ്റിൻ്റെ ലോജിക് ഗേറ്റ് എന്ന് പറയുമ്പോൾ A B അത് 0 0ലും ഔട്ട്പുട്ട് 0 ആയിരിക്കും, 1 1ൽ 0 ആയിരിക്കും, 0 1ൽ 1 ആയിരിക്കും, 1 0ൽ 1 ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നത്. ഇപ്പോൾ 2 0 ആകുമ്പോൾ 0 ആയിരിക്കും, 2 1 ആകുമ്പോൾ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഏതെങ്കിലും ഒന്ന് ഓൺ ആണെങ്കിൽ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ വരുന്നത് ഓപ്ഷൻ 1 ആണ്. അല്ലെങ്കിൽ നമുക്ക് എക്കും ബിക്കും 0 1 ഇട്ട് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ലോജിക് ഗേറ്റ്സ് ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 1. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. A cup of coffee cools from 90 degree to 80 degree in T minutes when the room temperature is 20 degree. Time taken by the similar cup of coffee to cool from 80 to 60 degree at the same room temperature. അപ്പോൾ ഇത് ന്യൂട്രൽ ലോ ഓഫ് കൂളിംഗ്. അപ്പോൾ റേഡിയേഷൻ്റെ അപ്പോൾ റേഡിയേഷൻ്റെ കീഴിൽ വരുന്നതാണ്, റേഡിയേഷനകത്ത് വരുന്നൊരു ടോപ്പിക്കാണ് ന്യൂട്രൽ ലോ ഓഫ് കൂളിംഗ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ
theta 1 to theta 2. Theta 1 to theta 2 by T is equal to negative K into theta 1 plus theta 2 temperature by 2 minus theta of surroundings. ഇതാണ് നമ്മുടെ ന്യൂട്ടൺ ലോ ഓഫ് കൂളിങ്ങിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഇപ്പോൾ 80 to 90 to 80. 90 minus 80 divided by T is equal to, ഇപ്പോൾ 90 minus 80 by T is equal to negative K into 80 plus 90 by 2 minus 20 വരും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് എ ടൈം ഇറ്റ് വിൽ ടേക്ക് ടു കൂൾ ഫ്രം 80 to 60. അപ്പോൾ 80 minus 60 by ആ ടൈം ടി ഡാഷ് എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് കെ ഇൻറ്റു 80 plus 60 by 2 minus 20 വരും. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെ നമ്മൾ റേഷ്യോ എടുക്കുമ്പോൾ ഈ കെ നെഗറ്റീവ് കെ എല്ലാം ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ 10 by T divided by 20 by T dash is equal to, ഇവിടെ നോക്കാം നെഗറ്റീവ് ക്യാൻസൽ ആയി പോകും. 80 plus 90 എന്ന് പറയുമ്പോൾ 170, 170 by 2 എന്ന് പറയുമ്പോൾ ഇത് 85 minus 20 വരും. ഇവിടെ 80 plus 60 140, 140 by 2 70 minus 20 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 65 by 50 വരും. ഇവിടെ നോക്കുക, ഇവിടെ ടി ഓക്കെ ഇത് 1/2 വരും. സോ ടി ഡാഷ് ബൈ 2t ഈസ് ഈക്വൽ ടു ടി ഡാഷ് ബൈ ഓക്കെ ടി ഡാഷ് മുകളിലോട്ട് പോകുന്നു. അപ്പോൾ ടി താഴെ ഓക്കെ ടി ഡാഷ് ബൈ 2t, അതാണ് ആ ടൈം നമുക്ക് കണ്ടുപിടിക്കുന്ന ടൈം. 65 by 50 വരും. അപ്പോൾ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 13 by 10 വരും. അപ്പോൾ ടി ഡാഷ് ഈസ് ഈക്വൽ ടു 2t ഇൻറ്റു 13 by 10. അപ്പോൾ ഇവിടെ 5 വരും. അപ്പോൾ 13t by 5 വരും. അപ്പോൾ 80 to 60 ഓക്കെ 80 to 60 കൂളിയം എടുക്കുന്ന ടൈം 13t by 5 വരും. അപ്പോൾ അങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ നോക്കാം. 13t by 5 ഓപ്ഷൻ 1. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1 13t by 1 ഓപ്ഷൻ 1 വരും. ഓക്കെ, ഇത് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എമിറ്റഡ് ബൈ ആൻ അറ്റോമിക് ഹൈഡ്രജൻ ദാറ്റ് ഈസ് ഇൻ 4th എനർജി ലെവൽ. അപ്പോൾ 4th എനർജി ലെവലിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ്. അപ്പോൾ ഇത് n is equal to 1, 2, n is equal to 3, n is equal to 4 വരും. അപ്പോൾ 4ൽ നിന്ന് 1 ഒരു പോസിബിലിറ്റി ഉണ്ട്, 4ൽ നിന്ന് 2 പോസിബിലിറ്റി ഉണ്ട്, 4ൽ നിന്ന് 3 പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ 3ൽ വരുന്നതിന് നേരെ 1 വരാം, 3ൽ നിന്ന് 2 വരാം. അതുപോലെ തന്നെ ഇനി 2ൽ നിന്ന് 1 വരാം. അപ്പോൾ ഇത്രയും പോസിബിലിറ്റിയാണ് നമുക്കുള്ളത്. അപ്പോൾ ഇത്രയും സ്പെക്ട്രൽ ലൈൻസ് കിട്ടും. ഇങ്ങനെ 3 ഓക്കെ 1, 2, 3, 4, 5, 6 ടോട്ടൽ നമുക്ക് 6 ടൈപ്പ് ഓഫ് എമിഷൻ, അതായത് 6 ടൈപ്പ് ഓഫ് വേവ് ലെങ്ത് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഇത്രയും EMFs എമിറ്റ് ഇത്രയും ടൈപ്പ്, അതായത് 6 ടൈപ്സ് ഓഫ് EMF നമുക്ക് കിട്ടും. അത് ഒന്നുമില്ല, ഇതിൻ്റെ ഫ്രീക്വൻസി ലാംഡ, ഇതിൻ്റെ ഫ്രീക്വൻസി μ1, ഇത് വേണമെങ്കിൽ μ2, μ3, ഇത് μ4 ആയിരിക്കും, ഇത് വേറൊരു ഫ്രീക്വൻസി ആയിരിക്കും, ഇത് വേറെ ഫ്രീക്വൻസി ആയിരിക്കും. ഇപ്പോൾ ടോട്ടലി നമുക്ക് 6 നമ്പർ ഓഫ് പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ 6 സ്പെക്ട്രൽ ലൈൻസിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ 1. അപ്പോൾ നമ്മുടെ MCQs എല്ലാം കഴിഞ്ഞു. ഇനി ഇപ്പോൾ അടുത്ത ഇൻഡിജർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അടുത്ത് വരുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് 210 സോളിനോയിഡ് ഓഫ് റേഡിയസ് 10 cm is 2.9 times 10⁻⁻⁴ ടെസ്ല. അപ്പോൾ ബിയുടെ വാല്യൂ ഇൻസൈഡ് സോളിനോയിഡ്, ഒരു സോളിനോയിഡ് അകത്ത് അതിൻ്റെ ബിയുടെ വാല്യൂ 2.9 ഇൻറ്റു 10⁻⁻⁴ ടെസ്ല. അതിനെ ഞാൻ 0.29 ഇൻറ്റു 10⁻⁻⁵ ടെസ്ല എന്ന് എഴുതാം. ഇത് സോളിനോയിഡ് ക്യാരീസ് എ കറണ്ടിൻ്റെ വാല്യൂ I is equal to 0.29. ദെൻ ദ ലെങ്ത് ഓഫ് ദ സോളിനോയിഡ് വെച്ചിരിക്കുന്നത് ഇവിടെ നമ്പർ ഓഫ് ടേൺസ് പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റൽ N 200 ആണ്. അപ്പോൾ നമ്മുടെ ബിയുടെ ഇക്വേഷൻ B is equal to μ0 Ni ആണ്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ ലെങ്ത്. സോ μ0 ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ബൈ ലെങ്ത് L ഇൻറ്റു കറണ്ട് I വരും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് Lൻ്റെ വാല്യൂ ആണ്. L is equal to μ0 ഇൻറ്റു N ഇൻറ്റു കറണ്ട് ഡിവൈഡ് ബൈ B വരും. അപ്പോൾ ബിയുടെ വാല്യൂ B is equal to 4π ഇൻറ്റു 10⁻⁻⁷ നമ്പർ ഓഫ് ടേൺസ് 200, കറണ്ടിൻ്റെ വാല്യൂ 0.29. ഇവിടെ ബിയുടെ വാല്യൂ ഞാൻ 0.29 ഇൻറ്റു 10⁻⁻⁵ എന്ന് എഴുതി. 0.29 ഇൻറ്റു 10⁻⁻⁻, സോറി നെഗറ്റീവ് 0.29 അല്ല, 10⁻³ വരും. സോറി -5 അല്ല, 0.29 ഇൻറ്റു 10⁻⁻³ വരും. അപ്പോൾ ഇത് നമുക്ക് ക്യാൻസലായി പോവും. ഇപ്പോൾ ഇവിടെ നമുക്ക് 4π ഇൻറ്റു 2 ഇൻറ്റു
ഇപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ 10⁻⁻7 ഇൻറ്റു 10⁻5 വരും. ഇവിടെ ഒരു 2 0 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. അപ്പോൾ ഇത് ക്യാൻസൽ ആയി പോകുമ്പോൾ നമുക്ക് 8π ഇൻറ്റു 10⁻⁻2 മീറ്റർ വരും. 8π ഇൻറ്റു 10⁻⁻2 മീറ്റർ നമുക്ക് അതിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റണം. അപ്പോൾ ഇൻറ്റു 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8π ഇൻറ്റു 100 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8π സെൻറ്റിമീറ്റർ വരും. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇത് -π സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 8 ആണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് L ഈസ് ഈക്വൽ ടു 8π സെൻറ്റിമീറ്റർ. അപ്പോൾ അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 8 ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ 8 വരും. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകും. ക്വസ്റ്റ്യൻ നമ്പർ 22. A parallel plate capacitor consists of 2 circular plates of radius 10 cm. അപ്പോൾ radius r is equal to 10 cm എന്ന് പറയുമ്പോൾ 0.1 meter. Being charged by a constant current 0.15 ampere. Current I is equal to 0.15 വരും. The rate of change of potential difference between the plate is ഇപ്പോൾ dV by dt. dV by dt യുടെ വരുന്നുണ്ട്. dV by dt is equal to 7 into 10 to the power 8 വരും. 7 into 10 to the power 8. അങ്ങനെയാണ് then the integer value of the distance between the parallel plate. അപ്പോൾ നമുക്കറിയാം Q is equal to C into V. പിന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ dQ by dt is equal to C into dV by dt വരും. C എന്ന് പറയുമ്പോൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആകുമ്പോൾ എപ്സിലോൺ നോട്ട് A by D ഇൻറ്റു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓക്കെ dQ by dt എന്ന് പറയുമ്പോൾ I ആണ്. I is equal to എപ്സിലോൺ നോട്ട് A by D ഇൻറ്റു dV by dt വരും. നമുക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ് ആണ് എടുക്കുന്നത്. D is equal to എപ്സിലോൺ നോട്ട് A ഇൻറ്റു dV by dt ബൈ കറണ്ട് വരും. ഇപ്പോൾ എപ്സിലോൺ നോട്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ഇവിടെ തന്നെ ഈ വാല്യൂ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ 9 into 10 to the power -12. ഏരിയ എന്ന് പറയുമ്പോൾ πr². പൈ എന്ന് പറയുമ്പോൾ സോ പൈ 22/7 എടുക്കാൻ 22/7 ഇൻറ്റു r². ആറിൻ്റെ വാല്യൂ 0.1. r² എന്ന് പറയുമ്പോൾ 10 to the power -2 ഇൻറ്റു πr². dV by dt 7 into 10 to the power 8. 7 into 10 to the power 8 divided by current എത്രയാണ് 0.15. ഇപ്പോൾ ഇവിടെ 7, ഇവിടെ നമുക്ക് കുറച്ച് കോമൺ ടൈംസ് ഉണ്ട്. ഈ 7ഉം 7ഉം ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ഇവിടെ 7 ഇൻറ്റു ഓക്കെ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ സോ 22 ഇൻറ്റു 9 22 into 9 വരും. ബാക്കിയെല്ലാം 10 to the power -12. അപ്പോൾ -14 + 8 വരും. -14 + 8 by 0.15. അപ്പോൾ 9 by 0.15 ഓക്കെ 9 by 0.15 അത് നമുക്ക് 90 by 1.5 എന്ന് എടുക്കാം. സോ 9 by 0.5 എന്ന് പറയുമ്പോൾ 9 by 0.5 6 വരും, 60 വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓക്കെ അതായത് 22 ഇൻറ്റു 60 ഇൻറ്റു 10 to the power -6 വരും. അപ്പോൾ 22 into 60 ഓക്കെ 22 into 6 എന്ന് പറയുമ്പോൾ സോ 132 ഓക്കെ സോ 1320 ഇൻറ്റു 10 to the power -6 മീറ്റർ വരും. അപ്പോൾ അത് മൈക്രോമീറ്ററിലാകുമ്പോൾ 1320 മൈക്രോമീറ്റർ വരും. ഓക്കെ 1320 മൈക്രോമീറ്റർ ഓക്കെ 1320 മൈക്രോമീറ്റർ വരും. അപ്പോൾ അതിൻ്റെ ആൻസർ 1320 മൈക്രോമീറ്റർ. അപ്പോൾ ആൻസർ 1320 മൈക്രോമീറ്റർ വരും. ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 48. ഇപ്പോൾ ഇവിടെ നോക്കുക Q തന്നിട്ടുണ്ട്. Q is equal to AB to the power 4/CD. അപ്പോൾ എയുടെ അപ്പോൾ നമുക്ക് ΔQ/Q. സോ ΔQ/Q is equal to സോ ΔA/A പ്ലസ് 4 into ΔB/B പ്ലസ് ΔC/C പ്ലസ് ΔD/D എന്ന് വരും. ഇപ്പോൾ ΔQ/Q ഇൻറ്റു 100 ഓക്കെ അതിൻ്റെ പേഴ്സൻറ്റേജ് എറർ എന്ന് പറയുമ്പോൾ ഇത്രയും വാല്യൂ. ഇപ്പോൾ ഇത്രയും വാല്യൂ ഇൻറ്റു 100 വരും. ഇപ്പോൾ ഇവിടെ നോക്കാം ΔA/A എന്ന് പറയുമ്പോൾ 3/60 പ്ലസ് 4 ഇൻറ്റു 0.1/20 0.2/40 0.1/50 വരും ഇൻറ്റു 100 വരും ഇൻറ്റു 100 വരും. ഇവിടെ നോക്കി ഇവിടെ 1/20 വരും. ഇപ്പോൾ ഇവിടെ 0.4/20 സോ ഇവിടെ 1/20 പ്ലസ് 0.4/20 പ്ലസ് ഇത് 0.1/20 പ്ലസ് 0.1/50 വരും ഇൻറ്റു 100.
ഇൻറ്റു 100 വരുമ്പോൾ ഇവിടെ 5 വരും, ഇവിടെ 100/25 വരും, ഇവിടെ 5. ഓക്കെ, 5 × 0.4 എന്ന് പറയുമ്പോൾ 2 വരും, ഇവിടെ 0.5 വരും, ഇവിടെ 0.2 വരും. ഓക്കെ, ഇവിടെ Δ/Q/Q അതിൻ്റെ പെർസെൻറ്റേജ് എറർ എന്ന് പറയുമ്പോൾ പെർസെൻറ്റേജ് എറർ. ഓക്കെ, Δ/Q/Q × 100 എന്ന് പറയുമ്പോൾ ഈ വാല്യൂ 7.7 വരും. അതിൻ്റെ പെർസെൻറ്റേജ് എറർ = 7.7. ഇവർ പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ Δ/Q/Q ൻ്റെ പെർസെൻറ്റേജ് എറർ. ഓക്കെ, Δ/Q/Q × 100 ഈസ് ഈക്വൽ ടു x/1000 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു x/1000. അപ്പോൾ അങ്ങനെയാണ് എക്സിൻ്റെ വാല്യൂ. എക്സ് ഈസ് ഈക്വൽ ടു 77,000 വരും. ഓക്കെ, 7700 അല്ലെങ്കിൽ 7700 വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 7700 വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 7700. അപ്പോൾ എനിക്കാണ് ഇതാണ് NT ആദ്യം 77 എന്ന് പറഞ്ഞ് പിന്നെ അവർ കറക്റ്റ് ചെയ്തിട്ട് 7700 ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഒന്ന് നോക്കാം. പിന്നെ അവർ ആദ്യം ഒരു 77 പറഞ്ഞത്, പിന്നെ അത് 7700 ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ 7700 ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ 7700 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 24. Two planets A and B are orbiting a common star and circular orbits of radii RA, RB respectively. RB is equal to 2RA. അപ്പോൾ RAയുടെ വാല്യൂ നമുക്ക് R എന്ന് എടുക്കുകയാണെങ്കിൽ RB is equal to 2 times R ആണ്. പറഞ്ഞിരിക്കുന്നു മാസ് ഓഫ് പ്ലാനറ്റ് ബി MB is equal to 4√2 MA ആണ്. അപ്പോൾ MAയുടെ വാല്യൂ നമ്മൾ M എന്ന് എടുക്കുകയാണെങ്കിൽ MB is equal to 4√2 M വരും. then the ratio LA ആംഗുലർ മൂവ്മെൻ്റ് പോയിട്ട്. ഓക്കെ, ആംഗുലർ മൂവ്മെൻ്റ് എടുക്കുമ്പോൾ ഇപ്പോൾ ഒരു പ്ലാനറ്റ് ഇവിടെ, സൺ ഇവിടെ, മറ്റേ പ്ലാനറ്റ് വേറൊരു ഇതിൽ കൂടെ പോകുന്നു. അപ്പോൾ LA ഇത്, അപ്പോൾ LA നമുക്ക് ഇനി എഴുതാം. സോ M × V × MA × VA × RA എന്ന് വരും. അപ്പോൾ ഓർബിറ്റൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു √√ GM/R ആണ്. Orbital velocity is equal to √√ GM/R. Yeah, RmV²/R is equal to GM/R². Orbital velocity is √√ GM/R. അപ്പം ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു MA × √√ G of mass of star by R × RA വരും. അപ്പോൾ ഇതിൻ്റെ ആംഗുലർ മൂവ്മെൻറ്റ് L പ്രൊപ്പോർഷണൽ ടു M × ഇവിടെ നോക്കുക. M ൻ്റെ ഇവിടെ √R താഴെ വരും, R മുകളിൽ വരും. M × R √R വരും. അപ്പോൾ ആംഗുലർ മൂവ്മെൻറ്റ്, ഓക്കെ, ആംഗുലർ മൂവ്മെൻറ്റ് പ്രൊപ്പോർഷണൽ ടു M × √R വരും. അപ്പോൾ LA/LB. സോ LA ഈസ് പ്രൊപ്പോർഷണൽ ടു MA × √RA. LB പ്രൊപ്പോർഷണൽ ടു MB √RB വരും. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് LB/LA ആണ്. LB/LA എടുക്കുമ്പോൾ സോ LB/LA is equal to MB √RB by MA √RA. അപ്പോൾ MB എന്ന് പറയുമ്പോൾ 4√2M into √2R divided by M into √2R വരും. അപ്പോൾ √R M എല്ലാം ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് 4√2 times √2 വരും. അപ്പോൾ 4√2 times √2 എന്ന് പറയുമ്പോൾ 4 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 വരും. അപ്പോൾ LB/LA എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ 8 വരും. അപ്പോൾ അതിൻ്റെ ആൻസർ, ഓക്കെ, അതിൻ്റെ റേഷ്യോ ആംഗുലർ മൂവ്മെൻറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 8 വരും. എനിക്കാണ് രണ്ട് ആൻസർ 8 തന്നെയാണ്. അതിൻ്റെ ആദ്യത്തെ ഒരു ഇൻറ്റിജറിൻ്റെ വാല്യൂ 8, ഇതിൻ്റെ ആൻസറും 8 വരും. ഇനി അടുത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 25. ഇപ്പോൾ 2 cars P and Q are moving on a road in the same direction. Acceleration, okay. Acceleration of car P increases linearly with the time, whereas car Q moves with a constant acceleration. Both cars cross each other at t is equal to 0. For the first time, the maximum possible number of, അതായത് t is equal to 0 അവർ ക്രോസ് ചെയ്യുന്നു. the maximum number of crossing including crossing at t എത്രയാണ്? ഇപ്പോൾ കാർ പി യുടെ ആക്സിലറേഷൻ കാർ പി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ DA/dt. സോ DA/dt കോൺസ്റ്റൻ്റ് ആണ്. ഒരു കോൺസ്റ്റൻ്റ് നമുക്ക് C എന്ന് വിളിക്കാം. അപ്പോൾ A is equal to C × T പ്ലസ് ഇത് വരും. ഒരു വേറൊരു കോൺസ്റ്റൻ്റ്, ഓക്കെ, C × T × സം വാല്യൂ വരും.
നമുക്കൊരു കെ എന്ന് എടുക്കാം. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി ദാറ്റ് ഈസ് ഇക്വൽ ടു ഡി വി ബൈ ഡി ടി. ഡി വി ബൈ ഡി ടി ഈസ് ഇക്വൽ ടു സി ടി പ്ലസ് കെ എന്ന് വരും. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി എടുക്കുമ്പോൾ സം സി ടി സ്ക്വയർ പ്ലസ് കെ ടി പ്ലസ് ഒരു എം എന്ന് വരും. ദാറ്റ് ഈസ് ഇക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. അപ്പോൾ ഇതെടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഇക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു ഈ വാല്യൂ വരും. സി ടി സ്ക്വയർ പ്ലസ് കെ ടി സ്ക്വയർ പ്ലസ് കെ ടി പ്ലസ് എം വരും. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഒന്നുകൂടെ ചെയ്യുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു സി ടി ക്യൂബ് പ്ലസ് കെ ടി സ്ക്വയർ പ്ലസ് എം ടി. കാരണം ടി എസ് ഈക്വൽ ടു 0യിൽ എക്സിൻ്റെ വാല്യൂ 0 ആയിട്ട് എടുക്കുക. അപ്പോൾ നോക്കുക ഈ നമ്മുടെ പൊസിഷൻ എക്സ്പിയുടെ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ, അതായത് പവർ 3 വരുന്നൊരു പോളിനോമിയലാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ അതിൻ്റെ ജനറൽ ഇക്വേഷൻ നമുക്ക് A1 ടി ക്യൂ പ്ലസ് A2 ടി സ്ക്വയർ പ്ലസ് A3 ടി എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇതാണ് അതിൻ്റെ പോളിനോമിയൽ ഇക്വേഷൻ. ഓക്കെ, അതുപോലെ ക്യൂ എന്ന് പറഞ്ഞ കാറിൻ്റെ പൊസിഷൻ അതിൻ്റെ എ കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ എയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ അതിൻ്റെ വെലോസിറ്റി ഓഫ് കാർ ക്യൂ ദാറ്റ് ഈസ് ഇക്വൽ ടു ഫംഗ്ഷൻ, ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് അപ്പോൾ യു പ്ലസ് എ ടി അങ്ങനെ വരും. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എക്സ് ക്യൂ ഇസ് ഈക്വൽ ടു അതൊരു ബി. ഓക്കെ, ഞാൻ ഇങ്ങനെ എഴുതുമ്പോൾ ബി ടി സ്ക്വയർ പ്ലസ് B1 ടി സ്ക്വയർ പ്ലസ് B2 ടി. അതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, വരും. അപ്പോൾ എക്സ് ക്യൂവിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ എക്സ് ക്യൂ അതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. സോ B1 ടി സ്ക്വയർ പ്ലസ് B2 ടി വരും. പിന്നെ B3 0 ആണ്. അപ്പോൾ നമ്മളോട് വെച്ചിരിക്കുന്നത് ഏതൊക്കെ ടൈമിലാണ് എത്ര നമ്പർ ഓഫ് ക്രോസിങ്സ് പറയുമ്പോൾ ഇത് എല്ലാം കൂടെ ക്രോസിങ്ങിൻ്റെ സമയത്ത് എക്സ് പി ഈസ് ഈക്വൽ ടു എക്സ് ക്യൂ ആണ്. എക്സ് പി ഈസ് ഈക്വൽ ടു എക്സ് ക്യൂ എന്ന് വരും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എക്സ് പി ഈസ് ഈക്വൽ ടു എക്സ് ക്യൂ എന്ന് പറയുമ്പോൾ A1 ടി ക്യൂ പ്ലസ് A2 ടി സ്ക്വയർ പ്ലസ് A3 ടി ഈസ് ഈക്വൽ ടു B1 ടി സ്ക്വയർ പ്ലസ് B2 ടി വരും. അപ്പോൾ നമ്മളിത് ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ ഇത് ടി ക്യൂബ് ഇൻറ്റു A1 വരും. ടി സ്ക്വയർ ഇൻറ്റു A2 മൈനസ് B2 പ്ലസ് ടി ഇൻറ്റു A3 മൈനസ് B2 വരും. ഇവിടെ B1 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി ഇതിന് ഞാൻ വേറെ കോൺസ്റ്റന്റ് കൊടുക്കുകയാണ്. സോ ടി ക്യൂബ് ഇൻറ്റു ഒരു K1 പ്ലസ് ടി സ്ക്വയർ ഇൻറ്റു K2 പ്ലസ് ടി ഇൻറ്റു K3 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇപ്പോൾ ഇവിടെ നോക്കി ഇതൊരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ. നമ്പർ ഓഫ് റൂട്ട്സ്, ഇതിൻ്റെ നമ്പർ ഓഫ് റൂട്ട്സ് പറയുമ്പോൾ 3 എണ്ണം വരും. സോ ഇൻക്ലൂഡിങ് നമ്പർ ഓഫ് റൂട്ട്സ് ഓരോ ടി ഈസ് ഈക്വൽ ടു 0 അല്ലേ. ഒന്ന് ടി ഈസ് ഈക്വൽ ടു 0 ആണ്. ഇപ്പോൾ ടി ഈസ് ഈക്വൽ ടു 0, ടി നമ്മൾ പുറത്തെടുക്കുമ്പോൾ സോ K1 ഇൻറ്റു ടി സ്ക്വയർ പ്ലസ് K2 ഇൻറ്റു ടി പ്ലസ് K3 എന്ന് വരും. ഒരു നമ്പർ ഓഫ് റൂട്ട്സ്. ഇതിൻ്റെ ഒരു നമ്പർ ഓഫ് റൂട്ട്സ് ടി ഈസ് ഈക്വൽ ടു 0 ആണ്. ഒന്ന് ടി ഈസ് ഈക്വൽ ടു 0 ആൻഡ് 2 more റൂട്ട്സ് ഉണ്ട്. ഇത് ടി ഈസ് ഈക്വൽ ടു 0 കൂടാതെ 2 റൂട്ട്സ് അവിടെ ഉണ്ട്. അപ്പോൾ ഇതൊരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ, അതിൻ്റെ ഇൻക്ലൂഡിങ് ടി ഈസ് ഈക്വൽ ടു 0. ഇതിൻ്റെ ഒരു റൂട്ട് ടി ഈസ് ഈക്വൽ ടു 0 വരും. ഇത് അതുകൂടാതെ 2 റൂട്ട്സ് കാണും. അപ്പോൾ നമ്പർ ഓഫ് ക്രോസിങ്സ് പോസിബിൾ 3 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ നമ്പർ ഓഫ് റൂട്ട്സ് ടോട്ടൽ നമ്പർ ഓഫ് റൂട്ട്സ് 3 ആണ്. അതിൻ്റെ പോസിബിൾ നമ്പർ ഓഫ് റൂട്ട്സ് 3 വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്പർ ഓഫ് പോസിബിൾ ക്രോസിങ്സ് നമ്പർ ഓഫ് പോസിബിൾ ക്രോസിങ്സ് 3 വരും. അപ്പോൾ അത് ആ മാത്തമാറ്റിക്സ് ഇക്വേഷൻ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് ഇതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ രണ്ടും ഒരേ പൊസിഷൻ വരും. 2 ക്രോസ് ചെയ്യുന്ന പറയുമ്പോൾ രണ്ടിൻ്റെ പൊസിഷൻ വെക്ടർ സെയിം, രണ്ടിൻ്റെ പൊസിഷൻ സെയിം ആയിരിക്കും. അതിൻ്റെ എക്സ് കോർഡിനേറ്റ്, അല്ലെങ്കിൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ അല്ലേ. അതിൻ്റെ എക്സിൻ്റെ വാല്യൂ, അതിൻ്റെ പൊസിഷൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. അപ്പോൾ ഒന്നിൻ്റെ പൊസിഷൻ്റെ വാല്യൂ ഇടുമ്പോൾ അതൊരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ, മറ്റേതിൻ്റെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എടുക്കും, അതൊരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും. അപ്പോൾ ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 3 റൂട്ട്സ് കിട്ടും. അപ്പോൾ നമുക്ക് 3 പോസിബിലിറ്റി ഉണ്ട്. അപ്പം കാരണം ടി ഈസ് ഈക്വൽ ടു 0 കൂടെ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 0 കൂടെ എടുക്കുമ്പോൾ നമുക്ക് 3 പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ നമ്പർ ഓഫ് പോസിബിൾ ക്രോസിങ്സ് 3 വരും. അപ്പോൾ നമ്പർ ഓഫ് പോസിബിൾ ക്രോസിങ്സ് 3 വരും. അപ്പോൾ അതിൻ്റെ ആൻസർ 3 ആണ്. വരും. അപ്പോൾ നമ്മുടെ ഡിസ്കഷൻ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ ടൈം ആൻഡ് അറ്റൻഷൻ. ഓക്കെ, താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.